Okay. So we have the first question in relation to an irredeemable security paying a fixed rate of interest. Which of the following statements is correct? Okay. So ഏതാണ് correct എന്നാ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇറഡീമബിൾ സെക്യൂരിറ്റി പേയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇറഡീമബിൾ ലോൺ നോട്ട് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആക്കി എടുക്കാം അല്ലെ. ആസ് റിസ്ക് കൂടുമ്പോൾ the market value of the security will rise to ensure that investors receives an increased yield. Okay. Any എപ്പോഴും ശ്രദ്ധിക്കുക, yield എന്ന് പറഞ്ഞാൽ എന്താ, it is the return on a security as a percentage. റിട്ടേൺ ഓൺ ദി സെക്യൂരിറ്റി ആസ് എ പെർസെൻറ്റേജ്, അതാണ് yield. അല്ലാതെ എന്തല്ല ഡോളർ റിട്ടേൺ അല്ല yield. ഓക്കെ, റിട്ടേൺ ഓൺ ദി സെക്യൂരിറ്റി ആസ് എ പെർസെൻറ്റേജ്. അപ്പൊ നമുക്ക് ഇറഡീമബിൾ ലോൺ നോട്ടിന്റെ yield നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നോക്ക് എന്തായിരിക്കും yield is equal to interest ഡിവൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ ആണ്. ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ. അപ്പോ ഇൻട്രസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അവർ പറഞ്ഞു ഫിക്സ്ഡ് റേറ്റ് ആണെന്ന് പറഞ്ഞു. സോ ഇൻട്രസ്റ്റ് നോമിനൽ റേറ്റ് ഇൻറ്റു കൂപ്പൺ റേറ്റ് ആണ്. സോ ചേഞ്ച് ചെയ്യില്ല. ഇനി yield കൂടണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ കുറയണ്ടേ മക്കളെ? yield കൂടണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ കുറയണ്ടേ അല്ലേ? ഇവര് പറഞ്ഞൊരു ഭാഗം കറക്റ്റാ. എന്തുകൊണ്ടാ? റിസ്ക് കൂടുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇൻക്രീസ്ഡ് yield കിട്ടണം, തെറ്റില്ല. പക്ഷേ നോക്ക്, മാർക്കറ്റ് വാല്യൂ സെക്യൂരിറ്റി കൂടുവാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ കൂടുവാണെങ്കിൽ yield കുറയല്ലേ ചെയ്യുക. yield എന്താവില്ല, ഒരിക്കലും എന്തായാലും ഇൻക്രീസ് ചെയ്യില്ല. yield ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്താവണം, കുറയണം. ശരിയല്ലേ? ബിക്കോസ് വൈ മാർക്കറ്റ് വാല്യൂ, അത് പേ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നേ അല്ലേ. മാർക്കറ്റ് വാല്യൂ പേ ചെയ്ത് നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുക. സോ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ yield എന്താവും, കൂടും. റൈറ്റ്, ക്ലിയർ ആണോ? ബിക്കോസ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ ന്യൂമറേറ്ററിൽ ചേഞ്ച് ചെയ്യില്ല. അപ്പൊ മാർക്കറ്റ് വാല്യൂ മാറുമ്പോൾ yield എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. സോ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ yield എന്താവും, കൂടും. ഇവരിവിടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നല്ലേ പറഞ്ഞേ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്, തെറ്റാണ്. ഓക്കെ, തെറ്റാണ് അല്ലേ. സോ ലിറ്ററലി ബി ഓപ്ഷനും സി ഓപ്ഷനും എന്തായി, കട്ടായി അല്ലേ. ലിറ്ററലി ബി ഓപ്ഷൻ സി ഓപ്ഷൻ എന്തായി, കട്ടായി. ക്ലിയർ ആണോ? Okay, hope it's clear. Now, second option, the market value of an irredeemable loan note is calculated by multiplying the interest by 1 minus tax rate and then dividing by the yield of the loan note. നോക്ക്, അവർ പറയുന്നത് മാർക്കറ്റ് വാല്യൂ is equal to interest into 1 minus t divide by kd എന്നാ അവർ പറയുന്നേ. ഇത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാ അല്ലേ? ദിസ് റോങ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയാൻ കാരണം, മാർക്കറ്റ് വാല്യൂ നമ്മൾ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിലെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. മാർക്കറ്റ് വാല്യൂ നമ്മൾ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിലെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലാണ്ട് എവിടെയല്ല നമ്മൾ കമ്പനി പോസ്റ്റിലല്ല. അതുകൊണ്ട് തന്നെ എന്തിന്റെ ആവശ്യമില്ല, ഈ 1 മൈനസ് ടിന്റെ ആവശ്യമില്ല അല്ലേ. ബിക്കോസ് ഇൻട്രസ്റ്റ് കാരണം പിന്നെ ടാക്സ് സേവിങ് ആർക്കാണ്, കമ്പനിക്കാണ്, ഇൻവെസ്റ്റർക്കല്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുക I/KD, ഇൻട്രസ്റ്റ് ബൈ KD പോസ്റ്റ് ടാക്സിലെ മാർക്കറ്റ് വാല്യൂ അല്ലേ. അപ്പൊ മാർക്കറ്റ് വാല്യൂ നമ്മൾ ഇൻവെസ്റ്ററിന്റെ പെർസ്പെക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല, 1 മൈനസ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 1 മൈനസ് ടി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ബാക്കിയൊരു പറഞ്ഞൊക്കെ എന്താണ്, കറക്റ്റ് ആണ്. അത് മാത്രമല്ല അവർ yield എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് KD പ്രീ ടാക്സ് ആണ്. ഓക്കെ, നമുക്ക് KD പോസ്റ്റ് ടാക്സ് ആണ് വേണ്ടത്, റൈറ്റ് അല്ലെ. സോറി, നമുക്ക് KD പ്രീ ടാക്സിനാണ് വേണ്ടത്. ബിക്കോസ് മാർക്കറ്റ് വാല്യൂ കറക്റ്റ് ആണ്, KD പ്രീ ടാക്സ് ആണ്. അപ്പൊ yield തന്നെയാണ്. ഓക്കെ, ഡിവൈഡിംഗ് ബൈ yield അത് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണ്, അവരെന്താ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടി വേണമെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് ആണോ? അല്ല. കാരണം എന്താ, ഇൻട്രസ്റ്റിന്റെ 1 മൈനസ് ടി എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കമ്പനിയുടെ ആംഗിളിൽ ഇൻട്രസ്റ്റ് എന്താണ്, ടാക്സ് ഡേറ്റബിൾ എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് വരുമ്പോൾ ടാക്സ് പേയ്മെന്റ് കുറയും അല്ലെ. അതുകൊണ്ട് നമ്മൾ 1 മൈനസ് ടി അവിടെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് മാർക്കറ്റ് പെർസ്പെക്റ്റീവ് അല്ലെ, ഇൻവെസ്റ്റർ പേഴ്സിൽ നോക്കുമ്പോൾ അല്ലെ, അവർക്ക് ടാക്സ് സേവിംഗ് ഇല്ല. അതുകൊണ്ട് അല്ലെ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലേ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണ് കൺസിഡർ, ക്യാഷ് ഫ്ലോ എന്താണ്, മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഇസ് ഈക്വൽ ടു present value of cash flow, future cash flow, discount rate, investors required rate of return അല്ലേ പറയുന്നത്. അപ്പോ
ഇൻവെസ്റ്റർ ആംഗിൾ നോക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് മുഴുവൻ അവിടെ ക്യാഷ് ഫ്ലോ ആണ്, അവിടെ 1 - T വരുന്നില്ല അല്ലെ. കമ്പനിയുടെ ആംഗിൾ അത് എന്ത് വരുന്നത് 1 - T വരുന്നത്, അവർക്കാണ് ടാക്സ് സേവിങ് വരുന്നത്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, 1 - T കൺസിഡർ ചെയ്യരുത്. ഓക്കെ ആണോ? സോ ഇൻ മാർക്കറ്റ് വാല്യൂ എന്താ, ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD പ്രീ ടാക്സ് അല്ലെ, ഈൽഡ്. നമ്മൾ ഗ്രോസ് റിഡംഷൻ ഈൽഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, റൈറ്റ്. അല്ലെ ഈൽഡ് ടു മെച്യൂരിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതർ നെയിംസ് ഫോർ KD പ്രീ ടാക്സ്, റൈറ്റ്. അപ്പോ 1 അല്ല 2 അല്ല. സോ എക്സാം ആംഗിൾ നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രേറ്റ് അവേ A ആണ് അല്ലെ, A ആണ് ആൻസർ, റൈറ്റ്. ബിക്കോസ് 3 ഓൺലി, അതാണ് ആൻസർ. സോ ഇറഡിബിൾ ലോൺ നോട്ട് ആർ ടാക്സ് എഫിഷ്യന്റ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ്. യെസ്, കറക്റ്റ് ആണ്. ഇറഡിബിൾ ലോൺ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നോക്ക്, ലോൺ നോട്ട് എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം അല്ലെ. ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ അത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് ടാക്സ് സേവിംഗ് വരുന്നില്ലേ അല്ലെ. അതുകൊണ്ട് തന്നെ ഇറഡിബിൾ ലോൺ നോട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഫിനാൻസ് റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. കാരണം ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്, നമ്മുടെ കോസ്റ്റ് എന്താവുകൊണ്ട് കുറയുന്നുണ്ട്, റൈറ്റ്. സോ ഇറഡിബിൾ നോട്ട് എന്താണ്, ടാക്സ് എഫിഷ്യന്റ് വേ ഓഫ് റൈസിംഗ് ഫിനാൻസ്. സോ 3 ആൻസർ കറക്റ്റ് ആണ്. ദി ഓപ്ഷൻസ് 3 ഉള്ളി. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ഇത് ക്ലിയർ ആണോ? ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ, ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ എല്ലാവരും ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോട്ടോ, ഒരു കുഴപ്പമില്ല, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം, നോ ഇഷ്യൂ കേട്ടോ, ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക്. നമുക്ക് എന്താ പറയാ, എപ്പോഴും ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് എനിവേ നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, സോ അഗെയിൻ നമ്മൾ എപ്പോഴും ആദ്യം റിക്വയർമെന്റ് ആണ് വായിക്കുക അല്ലെ. ഇഗ്നോറിംഗ് ടാക്സേഷൻ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇഗ്നോർ ചെയ്യാം. യൂസിങ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ റിസ്ക് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, റിസ്ക് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റിയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡലാണ് എന്ത്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അല്ലെ. ഒരു സെക്യൂരിറ്റിയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടി റിസ്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡലാണ് എന്ത്, capital asset pricing model. So what is the risk adjusted cost of equity for the new project അല്ലെ, എന്താ പറയാ, to 1 decimal place എന്നാ ചോദിക്കുന്നത്, റൈറ്റ്. സോ വി ഓൾ നോ ദാറ്റ് CAPM മോഡൽ ആണെങ്കിൽ എന്താണ്, KE is equal to RF അല്ലെ പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു RM മൈനസ് RF അല്ലെ. ഇതിലാർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, സംശയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Corpus company as an all equity finance company is considering appraising a project in a new area of business. Okay, so എന്തുകൊണ്ട് പുതിയ ബിസിനസ് ഏരിയ ആണ് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റിംഗ് വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ബിക്കോസ് എന്താണ്, പുതിയ ബിസിനസ് ഏരിയ ആയതുകൊണ്ട് റിസ്ക് ചേഞ്ച് ചെയ്യും അല്ല, അതുകൊണ്ട് KE ചേഞ്ച് ചെയ്യാണ്ട് വാക്ക് ചേഞ്ച് ചെയ്യും അല്ലെ. ഓർമ്മയുണ്ടോ, എന്താണ് അൺഗിയറിംഗ് റീഗിയറിംഗ് ഒക്കെയാണ് പരിപാടി. ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ബിറ്റ ആസ് 1.3. അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല. എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത? അവരുടെ പുതിയ venturing into new business area അല്ലെ. The equity beta for Christie company, a company in the new business area, is 1.5. So Christie company ആണ് ഏത് കമ്പനി, പ്രോക്സി കമ്പനി അല്ലെ. ക്രിസ്റ്റി കമ്പനിയാണ് പ്രോക്സി കമ്പനി, റൈറ്റ്. വിത്ത് ഡെറ്റ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി റേഷ്യോ ഓഫ് 35%. അപ്പോ 65% ആയിരിക്കും ഇക്വിറ്റി, ശരിയല്ലേ. The risk-free rate of return is 4%. So RF ഉണ്ട്, RF 4% ആണ്. And the market risk premium, RF നോക്ക്, RF we have 4% plus RM minus RF, അതാണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം അല്ലെ. അത് 5% ആണ്, അതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് മാത്രം മതി, we need to get beta equity അല്ലെ. അതാണ് വേണ്ടത്. ശ്രദ്ധിക്കാം മക്കളെ, ബീറ്റ ഇക്വിറ്റി തന്നിട്ടുണ്ട് ബീറ്റ ഇക്വിറ്റി. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആ ബീറ്റ ഇക്വിറ്റി എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അത് എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ബീറ്റ ഇക്വിറ്റിയാണ്, അവർ പുതിയൊരു ബിസിനസ്സിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലെ. സോ റിസ്ക് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേ ബീറ്റ ഇക്വിറ്റി എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? അതുകൊണ്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യും, പ്രോക്സി കമ്പനിയെ കൺസിഡർ ചെയ്യും അല്ലെ. എന്നിട്ട് അവരുടെ എന്ത് മാത്രം മതി, നമുക്ക് ബിസിനസ് മാത്രം മതി. അതെന്താണ്, ബീറ്റ അസെറ്റ് അല്ലെ. എങ്ങനെ, അസെറ്റ് ബീറ്റ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അൺഗിയർ ചെയ്യും അല്ലെ. എന്ന് വെച്ചാൽ എന്താ, അവരുടെ ബീറ്റ ഇക്വിറ്റി ബീറ്റ 1.5 ആണ് അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിനാൻഷ്യൽ റിസ്ക് ആസ് വെൽ ആസ് ബിസിനസ്. നമുക്ക് എന്ത് മാത്രം മതി, ബിസിനസ് മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അൺഗിയർ ചെയ്യും. എങ്ങനെ അൺഗിയർ ചെയ്യുക, ഫോർമുല നോക്കുക. അൺഗിയറിംഗ് ഫോർമുല, അസെറ്റ് ബീറ്റ ഫോർമുല എന്താണ്, ബീറ്റ അസെറ്റ് അല്ലെ is equal to VE divided by
VE പ്ലസ് VD ഇൻറ്റു 1 - T ആണ്. പക്ഷെ ഇവിടെ ടാക്സ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അത് ഓക്കെയാണോ മക്കളെ? സംശയം വേണ്ട. VD ഇൻറ്റു 1 - T പക്ഷെ ഇനി ഞാൻ അതിന് എഴുതാം അല്ലേ, ഇനിയിപ്പോ സംശയം വേണ്ട. VD ഇൻറ്റു 1 - T ഉണ്ട്, ബട്ട് ഇവിടെ അഗെയിൻ ടാക്സ് ഇഗ്നോർ ചെയ്യാൻ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇൻറ്റു ബീറ്റ ഇക്വിറ്റി അല്ലേ. ഇവിടെ VE അതുപോലെ VD ഇതൊക്കെ ആരുടെ എടുക്കേണ്ടത്? ബീറ്റ ഇക്വിറ്റി ആരുടെ എടുക്കേണ്ടത്? പ്രോക്സി കമ്പനി അല്ലെങ്കിൽ ക്രിസ്റ്റി കമ്പനി. ബിക്കോസ് അവരുടെ ബിസിനസ് സിമിലർ ആണ് നമ്മുടെ പുതിയ ബിസിനസ്, റൈറ്റ്? അപ്പോ നമ്മൾ ഇതാ ബീറ്റ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. VE എടാ ഡെറ്റ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി, അവർ 35% എന്ന് പറയുമ്പോ ഓക്കെ, ഡെറ്റ് 35%ഉം ഇക്വിറ്റി 65% അല്ലേ, റൈറ്റ്? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? VE എത്രയാണ്? വാല്യൂ ഓഫ് ഇക്വിറ്റി 65 ആണ് അല്ലേ, ഡിവൈഡ് ബൈ VE 65 പ്ലസ് VD 35 അല്ലേ, കറക്റ്റ് അല്ലേ? ഇൻറ്റു ബീറ്റ ഇക്വിറ്റി 1.5 അല്ലെ, 1.5. നമുക്ക് എന്ത് കിട്ടും? I think beta asset will be 0.975 അല്ലെ, 0.975 ആണ് ബീറ്റ അസറ്റ് അല്ലെ, 0.975 ആണ് ബീറ്റ അസറ്റ്. ദിസ് പ്രോസസ് കോൾഡ് അൺഗിയറിംഗ് അല്ലെ, ഇതിനെ വിളിക്കുന്ന പേരെന്താ? അൺഗിയറിംഗ്. ഇനി സി, ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയ ഭാഗം എന്താ വെച്ചാല് ഇവിടെ നമുക്ക് റീഗിയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് റീഗിയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത? വൈ? നോക്ക് നമ്മുടെ കോർപ്പസ് കമ്പനി ഓൾ ഇക്വിറ്റി ഫിനാൻസ് കമ്പനിയാണ് അല്ലെ. അവർക്ക് സിസ്റ്റമാറ്റിക് ബിസിനസ് മാത്രമേ ഉള്ളൂ, എന്തില്ല? സിസ്റ്റമാറ്റിക് ഫിനാൻസസ്ക്ക് ഇല്ല. ദർ ഓൾ ഇക്വിറ്റി കമ്പനി അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് മാത്രം മതി? ബീറ്റ അസറ്റ് എടുത്ത് ഡയറക്ട്ലി എന്ത് ചെയ്യാം? കെയുടെ ഫോർമുലയിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ബിക്കോസ് ഇവിടെ ബീറ്റ അസറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇക്വിറ്റി അല്ലെ. എന്തുകൊണ്ടാണ് ഇവർക്ക് നമ്മുടെ നമ്മുടെ കോർപ്പസ് കമ്പനി ഓൾ ഇക്വിറ്റി ഫിനാൻസ് കമ്പനിയാണ് അല്ലേ, റൈറ്റ്? അപ്പൊ അവർക്ക് എന്തില്ല? ഫിനാൻസസ് ഇല്ല അല്ലേ. അപ്പൊ അവരുടെ ബീറ്റ ഇക്വിറ്റി എന്താണ്? ബീറ്റ അസറ്റിന് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി ആ 0.975 എടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, സോ വി ഗോട്ട് 0.975 ആസ് ബീറ്റ അസറ്റ്, റൈറ്റ്? റീഗിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോ നീഡ് ടു റീഗിയർ അല്ലെ. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? 0.975 കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ 0.975 എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എത്ര വരികയെന്ന്? എത്രയാ? ഏതാണ്? ജസ്റ്റ് എവിടെയാ ഒന്ന് പറയോ? ഏത് ഏരിയ ഒന്ന് പറയോ? ഓക്കെ, ലാസ്റ്റ് പറഞ്ഞിട്ട് പറയാം. നോക്ക്, ഇവിടെ നമ്മൾ അൺഗിയർ ചെയ്തു അല്ലെ. അൺഗിയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ വി ആർ ഡൺ വിത്ത് അൺഗിയറിംഗ്. നമ്മൾ അൺഗിയറിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീഗിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ റീഗിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബീറ്റയെ അതായത് ഗിയർഡ് ബീറ്റ ആക്കുവാണ്. എന്ന് വെച്ചാൽ ആ ബീറ്റ ഇൻക്ലൂഡ്സ് ബോത്ത് സിസ്റ്റമാറ്റിക് ബിസിനസ് ആൻഡ് സിസ്റ്റമാറ്റിക് ഫിനാൻസ് റിസ്ക്. ബട്ട് നമ്മുടെ കമ്പനി ആയ കോർപ്പസ് കമ്പനി അവർ പറയുന്നുണ്ട് എന്ത് കമ്പനിയാണ്? ഓൾ ഇക്വിറ്റി ഫിനാൻസ് കമ്പനിയാണ് അല്ലെ. അപ്പൊ അവരുടെ ബീറ്റ ഇക്വിറ്റി എന്തിന് ഈക്വൽ? ബീറ്റ അസറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് അവരുടെ പുതിയ ബിസിനസ്സിന് എന്താ പറയാ കൊടുക്കേണ്ട ബീറ്റ അസറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പ്രോക്സി കമ്പനിയുടെ അല്ലെ. ഇനി നമ്മളത് എന്താ പറയാ ബീറ്റ ഇക്വിറ്റിയെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഈ കമ്പനി കോർപ്പസ് കമ്പനി എന്താണ്? ദേ ആർ ഓൾ ഇക്വിറ്റി, ദേ ആർ അൺഗിയർഡ് കമ്പനി. ഓക്കെ, സോ അവരുടെ ബീറ്റ ഇക്വിറ്റി ബീറ്റ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയ ഏരിയയിലെ ഒരു സിമിലർ കമ്പനിയായ ക്രിസ്റ്റി കമ്പനിയുടെ ബീറ്റ അസറ്റ് അതായത് ബിസിനസ് കൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്, അൺഗിയർ ചെയ്തിട്ട് അല്ലെ. ഇനി റീഗിയർ ചെയ്യണം എപ്പോ? കോർപ്പസ് കമ്പനിയും എന്താണ്? ഗിയേർഡ് ആണെങ്കിൽ. അവർ ഗിയേർഡ് ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റീഗിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ബീറ്റ അസറ്റിനെ ബീറ്റ ഇക്വിറ്റി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ഉറപ്പാണോ? ക്ലിയർ ആണോ? മനസ്സിലായത്? ഓക്കെ, ബിക്കോസ് നമ്മുടെ കോർപ്പസ് കമ്പനി എന്ത് കമ്പനിയാണ്? ഓൾ ഇക്വിറ്റി ഫിനാൻസ് കമ്പനി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റീഗിയറിന്റെ ആവശ്യം ഇല്ല.
സോ വെൻ ദി ഇൻവെസ്റ്റിംഗ് കമ്പനി അല്ലെ അത് എന്താ പറയാ ഓൾ ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ റീകരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആണോ മോനെ? അങ്ങനെയാണെങ്കിൽ എല്ലാം പറഞ്ഞ ആൻസർ എത്രയാ? 8.9% ആണോ? 8.9%. 8.9%. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. പർച്ചേസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, the following extract from finance statements of Simply company. Revenue under, cost of sales under, inventories under, trade receivables under, trade payables under. Okay, the purchases for the year totaled 1,251 million. Assume 360. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികളും ഇത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 365 ഡേയ്സ് ഇയർ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് മാറാനുള്ള ഒരു ത്വര ഉണ്ടാവാറുണ്ട്. ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കണേ, തന്നാൽ 360 തന്നെ എടുക്കണം, ആൻസർ ഉണ്ടാവും തെറ്റും. ഓക്കെ, സോ ഒന്നുമില്ല, കാൽക്കുലേറ്റ് സിംപ്ലി കമ്പനീസ് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, ട്രേഡ് റിസീവബിൾ കളക്ഷൻ പീരീഡ് ആൻഡ് ട്രേഡ് പേബിൾസ് പേയ്മെന്റ് പീരീഡ് അല്ലെ. ഓൾ കാൽക്കുലേഷൻ ഷുഡ് ബി ടു നിയറസ്റ്റ് ഡേ. ഓക്കെ ആണോ? സോ നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടുള്ളതാണ് പരിപാടി അല്ലെ. ഏതാണോ എമൗണ്ട് അത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടുള്ളതാണ് പരിപാടി. ഓക്കെ, അത് നോക്കണ്ട. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 360 അല്ലെ. ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 360 എത്ര വരിക? ഇൻവെന്ററി 345 അല്ലെ. കോസ്റ്റ് ഓഫ് സെയിൽസ് 2150 ഇൻറ്റു 360 ഡേയ്സ്. എത്രയാ മക്കളെ? പറഞ്ഞ എത്രയാ? ചാറ്റിൽ പെട്ടെന്ന് ആൻസർ വന്നോട്ടെ, പെട്ടെന്ന് ചാറ്റിൽ ആൻസർ വന്നോട്ടെ. എത്രയാ? What is the answer? ചാറ്റിൽ പെട്ടെന്ന് ആൻസർ വന്നോട്ടെ. എത്രയാ ആൻസർ? എത്രയാ? എത്ര ആൻസർ വരുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്, 58. വെരി ഗുഡ്, 58 ഡേയ്സ്. 58 ഡേയ്സ്. അപ്പോ എക്സാമിന് എന്താ ചെയ്യണം? എക്സാം എന്താ ചെയ്യേണ്ടത്? എക്സാമിന് ചെയ്യേണ്ടത് ഇതാ, ഈ 58 ഡേ ഡ്രാഗ് ചെയ്ത് എങ്ങോട്ട് ഇടുക? ഇങ്ങോട്ടേക്ക് ഇടുക. ഇതാണ് എക്സാമിന് ചെയ്യേണ്ടത് അല്ലേ. അത് ട്രേഡ് റിസീവബിൾ കളക്ഷൻ പീരീഡ്. എന്താണ് ട്രേഡ് റിസീവബിൾ കളക്ഷൻ പീരീഡ്? ഇക്വേഷൻ എന്താ? ഇക്വേഷൻ പറഞ്ഞ എല്ലാവരും. റിസീവബിൾ ബാലൻസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 360. Okay, now what is the receivable balance? What is the receivable balance? 455 അല്ലെ. 455 ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? 3560 ഇൻറ്റു 85% അല്ലേ അല്ലെ. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 3560 ഇൻറ്റു 85% അല്ലേ, ബിക്കോസ് അവിടെ പറയുന്നുണ്ട് 85% ഓഫ് സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ്, റൈറ്റ്. ഇൻറ്റു 360. ഇൻറ്റു 360 പറയുന്നത്. 360 എത്ര ഡേയ്സാ മക്കളെ? പറഞ്ഞ എത്ര ഡേയ്സാ? എത്ര ഡേയ്സാ? 54 ഡേയ്സ്. വെരി ഗുഡ്, 54 ഡേയ്സ് അല്ലേ. അപ്പൊ എന്താ ചെയ്യണ്ടേ? 51 ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ടിടുക. എക്സാമിന് ചെയ്യേണ്ട കാര്യം 51 ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ടിടുക. ഓക്കെ, ഇനി ട്രേഡ് പേയബിൾ പേയ്മെന്റ് പീരീഡ് അല്ലെ. ട്രേഡ് പേയബിൾ പേയ്മെന്റ് പീരീഡ് എന്താണ്? ഇക്വേഷൻ എന്താ? ട്രേഡ് പേയബിൾ ബാലൻസ് അല്ലെ. ട്രേഡ് പേയബിൾ ബാലൻസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360. നമുക്കിവിടെ പർച്ചേസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് സെപ്പറേറ്റ് തന്നിട്ടില്ല അല്ലെ, വേറെ ഹിന്റ് തന്നില്ല. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൺസിഡർ ചെയ്യാം. സോ 220 ഡിവൈഡ് ബൈ എത്രയാണ്? 1251 അല്ലെ. 1251 ഇൻറ്റു 360 എത്ര ഡേയ്സാ? പറഞ്ഞ എത്ര ഡേയ്സാ? എത്ര ഡേയ്സാ? 63 ഡേയ്സ്. ഗുഡ് ഗുഡ് ഗുഡ്, 63 ഡേയ്സ്. 63 ഡേയ്സ്. 63 ഡേയ്സ്. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണോ അത്? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? എക്സാം 63 ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
റൈറ്റ്? ക്ലിയർ ആണോ? ഓക്കെ. സോ വിൽ മൂവ് ടു ഫോർത്ത് വൺ മൂവ് ചെയ്യാം. അഗെയിൻ തിയറി ക്വസ്റ്റൻ ആണ് അല്ലെ? തിയറി ക്വസ്റ്റൻ ആണ്. നോക്ക്, നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് 15 നിങ്ങൾ ഒരു എന്താ പറയാ പിന്നെ ഒരു 10 to 11 ക്വസ്റ്റ്യൻസ് തിയറി പോലെ, ഓക്കെ, തിയറി മീൻസ് ബൈ ഹാർട്ട് തിയറി അല്ല, ആപ്ലിക്കേഷൻ ലെവൽ തിയറി എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. 10 to 11 ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ടു മച്ച് പ്രോബ്ലം ഒരിക്കലും നിങ്ങൾ എക്സാം എക്സ്പെക്ട് ചെയ്യരുതേ. ഓക്കെ, ഔട്ട് ഓഫ് ദി ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസിൽ 10 to 11 ക്വസ്റ്റ്യൻസ് എന്തായാലും തിയറി പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. Which of the following statement is or are true? Okay, so ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്. ഇത് ഓൺ ആയതുകൊണ്ടാട്ടോ, ഓൺ ആയതൊക്കെ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡ്രസ്സ് വന്നത്, വേറെ കൊണ്ടല്ല, നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ ട്രൂ? The sensitivity of NPV to change in sales volume can be calculated as NPV divided by the present value of future sales contribution after tax. ശരിയല്ലേ? അല്ലേ? എന്തുകൊണ്ടാ? നോക്ക്, സെൻസിറ്റിവിറ്റി മാർജിൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? NPV ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ആഫ്റ്റർ ടാക്സ് റിലവന്റ് ക്യാഷ് ഫ്ലോ അല്ലേ, ഇൻറ്റു 100, റൈറ്റ്? ഇങ്ങനെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? സെൻസിറ്റിവിറ്റി മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് റിലവന്റ് ക്യാഷ് ഫ്ലോ വേണം. എന്തുകൊണ്ടാ? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും യൂണിറ്റ് ഓഫ് മെഷർമെന്റ് സെയിം ആയിരിക്കണ്ടേ അല്ലേ? താഴെ യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോ നമ്മൾ സെയിൽസ് വോളിയത്തിന്റെ ആണല്ലോ ഇവിടെ സെൻസിറ്റിവിറ്റി കാണുന്നത്. ഞാൻ സെയിൽസ് വോളിയം എടുത്താൽ NPV ഡോളറിലും വോളിയം യൂണിറ്റ്സിലുമാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? ഡോളർ പെർ യൂണിറ്റ് കിട്ടുക, പെർസെൻറ്റേജ് കിട്ടൂല. പെർസെൻറ്റേജ് കിട്ടണ എന്ത് ചെയ്യണം? ഞാൻ താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യണം? സെയിം എന്താ പറയാ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, ഡോളർ ആൻഡ് ഡോളർ, യൂണിറ്റ് അത് യൂസ് ചെയ്യണം. അപ്പൊ മോൾ NPV എന്താ പറയാ ഡോളർ ആണ്. സോ താഴെ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ആഫ്റ്റർ ടാക്സ് റിലവന്റ് ക്യാഷ് ഫ്ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റീസൺ ഇതാണ്. NPV എന്താണ്? ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ, ആഫ്റ്റർ ടാക്സ് നെറ്റ് ക്യാഷ് ഫ്ലോ വെച്ച് നമ്മൾ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലേ? അപ്പൊ നമ്മളെ NPV എന്താ പറയാ താഴെ നമ്മൾ റിലവന്റ് ക്യാഷ് ഫ്ലോ എടുക്കുമ്പോൾ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ആഫ്റ്റർ ടാക്സ് റിലവന്റ് ക്യാഷ് ഫ്ലോ കൺസിഡർ ചെയ്യണം. ഇനി സെയിൽസ് വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ റിലവന്റ് ക്യാഷ് ഫ്ലോ എന്തായിരിക്കും മക്കളെ? സെയിൽസ് വോളിയം മാറുമ്പോൾ ആരൊക്കെ മാറും? സെയിൽസും മാറും, വേരിയബിൾ കോസ്റ്റും മാറും. ഫിക്സ്ഡ് കോസ്റ്റ് മാറില്ലല്ലോ അല്ലെ? സെയിൽസ് മാറും, വേരിയബിൾ കോസ്റ്റും മാറും. വാട്ട് ഇസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്? കോൺട്രിബ്യൂഷൻ. എന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ ആരാ ചേഞ്ച് ചെയ്യുക? കോൺട്രിബ്യൂഷനാ ചേഞ്ച് ചെയ്യുക അല്ലെ? നെറ്റ് എഫക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷനാ ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന ക്യാഷ് ഫ്ലോ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് സെൻസിറ്റിവിറ്റിയെ പറ്റി പറയാം. എന്താണ് സെൻസിറ്റിവിറ്റി? നമ്മൾ പല വേരിയബിൾസ്, ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെ, പിന്നെന്താണ് സെയിൽസ് വോളിയം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, സ്ക്രാപ്പ് വാല്യൂ അല്ലെ, ഡിസ്കൗണ്ട് റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് വേരിയബിൾസ് എടുത്ത് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വേരിയബിൾ ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഡെഫിനറ്റ്ലി നമ്മുടെ NPV കാൽക്കുലേഷൻ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, റൈറ്റ്? അപ്പോ ഇത് എത്ര പെർസെന്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ്, ഓരോ വേരിയബിളും എത്ര പെർസെന്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് NPV 0 ആവുന്നത്? ഓക്കെ, അപ്പോ ഒരു ചെറിയ ശതമാനം ചേഞ്ച് കാരണം NPV 0 ആവുകയാണെങ്കിൽ അല്ലെ, ആ വേരിയബിൾ ഹൈലി ക്രിട്ടിക്കലാ അല്ലെ? നമ്മൾ നമ്മുടെ എസ്റ്റിമേറ്റ്സ് ഒന്നുകൂടി പരിശോധിക്കണം അല്ലെ? കാരണം NPV ചെറിയ ശതമാനം നമ്മള് ഫോർ എക്സാമ്പിൾ സെയിൽസ് വോളിയം അല്ലെ, സെല്ലിംഗ് പ്രൈസ് അല്ലെ, വേരിയബിൾ കോസ്റ്റ് ഒക്കെ ചെറിയ ശതമാനം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചേഞ്ച് വന്നാൽ പിന്നെ NPV 0 ആവുമെങ്കിൽ അല്ലെ, ആ വേരിയബിൾസ് ഒന്നുകൂടി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, റീഎസ്റ്റിമേറ്റ് ചെയ്യണം അല്ലെ, നമ്മളെടുത്ത അസംഷൻസ് ഒന്നുകൂടി നമ്മൾ പരിശോധിക്കണം, റൈറ്റ്? എന്നിട്ട് മാത്രം പ്രൊജക്റ്റ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ആൻഡ് മോർ ഓവർ സെൻസിറ്റിവിറ്റി മാർജിൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡിസിഷൻ മേക്കിംഗ് പറയുന്നില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ പറയുന്നില്ല. അതൊക്കെ NPV പറയുന്നത്. സെൻസിറ്റിവിറ്റി എന്താ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വേവ് ഇത്ര പെർസെന്റ് മാറി NPV 0 ആവും. ബാക്കി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, തീരുമാനിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നോക്ക് ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻസിറ്റിവിറ്റി പറ്റി പറഞ്ഞാണ്, ജസ്റ്റ് ഒരു ബ്രീഫ് വന്നതാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഫസ്റ്റ് പോയിന്റ് കറക്റ്റാ അല്ലെ? സെയിൽസ് വോളിയം ആവുമ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്ക്. സോ BMC ഔട്ടായേ. ഓക്കെ, BMC ഔട്ടായി കാരണം അതിൽ 1 വരുന്നില്ല. സോ BMC ഈസ് ഓൾറെഡി ഔട്ട്, റൈറ്റ്? ഇനി നോക്കാം. The problem with risk and uncertainty in investment appraisal is that neither can be quantified or measured. അങ്ങനെയാണോ? അൺസർട്ടേണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വാണ്ടിഫൈ ചെയ്യാനോ മെഷർ ചെയ്യാനോ പറ്റില്ല. ബിക്കോസ്
ലാക്ക് ഓഫ് അവൈലബിൾ പാസ്റ്റ് ഇൻഫർമേഷൻ അല്ലേ, നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അവൈലബിൾ അല്ല അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രിഡിക്റ്റ് ചെയ്യാം, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, അൺസർട്ടനിറ്റി, റൈറ്റ്. റിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം, ക്വാണ്ടിഫൈ ചെയ്യാം, വി യൂസ് എക്സ്പെക്ടഡ് വാല്യൂ ഫോർ ദാറ്റ് അല്ലേ, വി യൂസ് പ്രോബബിലിറ്റീസ് ഫോർ ദാറ്റ്. അപ്പോ റിസ്ക് എന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ പിന്നെ ക്യാഷ് ഫ്ലോന് ഡിഫറെന്റ് പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവുന്നതാണ് എന്ത്, റിസ്ക് അല്ലെ. നമുക്ക് എക്സാക്ട്ലി എന്ത് വരുന്ന പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം സെയിൽ എത്രയാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ബട്ട് എക്കണോമി പിന്നെ ബൂമിലാണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമി സ്ട്രോങ് ആണ്, സെമി സ്ട്രോങ് ആണ്, വീക്ക് ആണ് അല്ലെ, അങ്ങനെ ആ ഒരു പൊസിഷൻ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താവും, നമുക്ക് ഇത്ര സെയിൽസ് വരും, അതിന് ഇത്ര പേഴ്സണൽ ചാൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും. സോ റിസ്ക് എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാം. അൺസർട്ടനിറ്റി എന്താ, നമുക്ക് ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ലാക്ക് ഓഫ് പാസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് പ്രോപ്പർലി എന്തെങ്കിലും ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സി അൺസർട്ടൻ എപ്പോഴാണ് കൂടുക, അൺസർട്ടനിറ്റി കൂടുന്നപ്പോഴാണ് ഒരു പ്രൊജക്ടിന്റെ ലൈഫ് കൂടും തോറും അല്ലെ, ലൈഫ് കൂടും അൺസർട്ടനിറ്റി കൂടും. കാരണം എന്താ, സി ഫസ്റ്റ് ഇയർ അപ് ടു സം എക്സ്റ്റെന്റ് അല്ലെ, വിത്ത് സം അക്യൂറസി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓരോ ഇയർ ഫ്യൂച്ചറിലേക്ക് പോകും തോറും നമ്മുടെ അക്യൂറസി കുറഞ്ഞു വരും അല്ലെ. സോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ലിറ്ററലി പറ്റില്ല. റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, അതിന് റിസ്ക് എപ്പോഴാണ് കൂടുക, ഇപ്പൊ വേരിയബിലിറ്റി, ക്യാഷ് ഫ്ലോസിന്റെ വേരിയബിലിറ്റി കൂടുക. അതായത് 10,000 ആവാം, 100,000 ആവാം, അങ്ങനെയാ പറയുന്നത്. 10,000 ആവാം, 100,000 ആവാം, വലിയ ഡിഫറൻസ് അല്ലേ. അറ്റ് സെയിം ടൈം 55,000 ആവാം, 62,000 ആവാം അല്ലെ, 55,000 അതുപോലെ 62,000 ആവാം. അപ്പം ഈ ക്യാഷ് ഫ്ലോസ് അടുത്തടുത്താവും. ഈ ഡിഫറെന്റ് പോസിബിൾ ഔട്ട്കംസ് അടുത്തടുത്താവുമ്പോൾ വേരിയബിലിറ്റി ഓഫ് ക്യാഷ് ഫ്ലോസ് കുറവാന്ന് പറയും അല്ലെ. അറ്റ് ദ സെയിം ടൈം ഡിഫറെന്റ് പോസിബിൾ ക്യാഷ് ഫ്ലോസ് ദൂരെ ആവുമ്പോൾ അല്ലെ, ഫോർ എക്സാമ്പിൾ 10,000, 100,000 ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ എന്താ പറയും, വേരിയബിലിറ്റി കൂടുതലാന്ന് പറയും അല്ലെ, അടുത്ത വേരിയബിലിറ്റി കുറവാന്ന് പറയും. അപ്പൊ വേരിയബിലിറ്റി കൂടുമ്പോൾ റിസ്ക് കൂടും, വേരിയബിലിറ്റി കുറയുമ്പോൾ റിസ്ക് എന്താവും, കുറയും. സോ ഇവിടെ ഞാൻ ജസ്റ്റ് റിസ്ക് അൺസർട്ടനിറ്റി ജസ്റ്റ് പറഞ്ഞു വെച്ചാണ്. അപ്പോൾ റിസ്ക് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം, മെഷർ ചെയ്യാം. അൺസർട്ടൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ മെഷർ ചെയ്യാനോ പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അല്ലെ, ബിക്കോസ് ഇത് അൺസർട്ടനിറ്റിയെ പറ്റി മാത്രമാണ് പറയുന്നത്. ഓക്കെ, റിസ്കിന്റെ ആംഗിളിൽ ഈ ഒരു സെന്റൻസ് തെറ്റാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇനി 3 നോക്കാം. ഇനി ഓക്കെ, നമുക്ക് ആൻസർ ആയി, 1 ഒള്ളിയാണ് ആൻസർ ആയി. ഇനി 3 കൂടി നോക്കാം. ദി ലോവർ ദ സെൻസിറ്റിവിറ്റി മാർജിൻ ലെസ് ക്രിട്ടിക്കൽ ദ വേരിയബിൾ ലെസ് ടു ദ NPV ഡിസിഷൻ ആണോ? അല്ല. സെല്ലിംഗ് പ്രൈസ് 1% ചേഞ്ച് ആവും NPV 0 എന്ന് പറയുന്നതാണോ, സെല്ലിംഗ് പ്രൈസ് 55% ചേഞ്ച് ചെയ്യുമ്പോഴേ NPV 0 ആവുള്ളൂ എന്ന് പറയുന്നതാണോ മോർ ക്രിട്ടിക്കൽ? 1% ചേഞ്ച് അല്ലേ. സോ ലോവർ ദ സെൻസിറ്റിവിറ്റി മാർജിൻ ഹയർ ദ സെൻസിറ്റിവിറ്റി ആണ് അല്ലെ, ഹൈലി ക്രിട്ടിക്കൽ ആണ് ദ വേരിയബിൾ. ഓക്കെ, സോ 3 തെറ്റാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, 1 only. ക്ലിയർ ആണോ? സോ നമ്മൾ സെൻസിറ്റിവിറ്റിയുടെ ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞു, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയുടെ ബ്രീഫ് പറഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ഫോർത്ത് വൺ, യെസ്, ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ എല്ലാത്തിന്റെയും ഒന്ന് ബ്രീഫ് പോലെ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോ which of the following is an illustration of the principal agent problem? നോക്ക്, ഒരു കമ്പനിയിൽ പ്രിൻസിപ്പൽ ലൈക് ഓണർ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്. ആ ഓണേഴ്സിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആരാണ്? ദേ ആർ ഡയറക്ടേഴ്സ് അല്ലെ. സോ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആരാണ്? ദേ ആർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. ഏജന്റ് ആരാണ്? മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെ. സോ അൾട്ടിമേറ്റ്ലി ഈ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന ഡിസിഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മാനേജേഴ്സ് എടുക്കാൻ പാടുള്ളൂ. അതിനെതിരായിട്ട് അവർ ഡിസിഷൻ എടുക്കുമ്പോൾ ദർ ഇസ് എ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ലെ. അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലല്ല തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദർ ഇസ് എ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. ഓക്കെ ആണോ? നോക്കാം. സപ്ലയേഴ്സ് കട്ടിംഗ് ദെയർ കോസ്റ്റ് ബൈ യൂസിങ് ചീപ്പർ മെറ്റീരിയൽസ് ടു കീപ് ദെയർ പ്രൈസസ് ലോ. ഓക്കെ, സി അവിടെ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം വരുന്നില്ല. അവരുടെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ചീപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു അല്ലേ. അത് അവരുടെ കാര്യമാണ്, അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് അല്ലെ. അതുകൊണ്ട് ആർക്കും പ്രശ്നം വരാൻ പോകുന്നില്ല. കാരണം ക്വാളിറ്റി നോക്കി ആര് വാങ്ങിക്കുള്ളൂ? കസ്റ്റമേഴ്സ് വാങ്ങിക്കുള്ളൂ, റൈറ്റ്. സോ അവിടെ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം ഒന്നും വരുന്നില്ല. മാനേജേഴ്സ് അവോയ്ഡിങ് ഡെറ്റ് ഫിനാൻസ് ബിക്കോസ് ലോവർ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അവോയ്ഡ് ദ നീഡ് ഫോർ കെയർഫുൾ ക്യാഷ് മാനേജ്മെന്റ്. നോക്ക്, ഇവിടെ മാനേജേഴ്സ് അവോയ്ഡിങ് ഡെറ്റ് ഫിനാൻസ് ബിക്കോസ്
ലോവർ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അവോയ്ഡ് ദ നീഡ് ഫോർ കെയർഫുൾ ക്യാഷ് മാനേജ്മെന്റ്. ഡെറ്റ് ഫിനാൻസ് വരുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കൂടും അല്ലേ? അപ്പോ ക്യാഷ് മാനേജ്മെന്റും കെയർഫുൾ ആവണം. ശരിയല്ലേ? ശരിയല്ലേ? ബിക്കോസ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ, സെയിൽസ് ഉണ്ടോ ഇല്ലയോ, ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ശരിയല്ലേ? അപ്പോ ഡെറ്റ് ഫിനാൻസ് എടുത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലോവർ ആയിരിക്കും അല്ലെ? അതുകൊണ്ട് എന്താ പറയാ, ലെറ്റ്സ് സേ നീഡ് ഫോർ എന്താ പറയാ കെയർഫുൾ ക്യാഷ് മാനേജ്മെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബട്ട് ഡെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കൂടും അല്ലെ? സോ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കെയർഫുള്ളി ക്യാഷ് മാനേജ് ചെയ്യേണ്ടി വരും അല്ലെ? എന്തുകൊണ്ടാ? ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ലീഗൽ പേയ്മെന്റ് അല്ലെ, കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടോ ഇല്ലയോ ഒന്നും ഡെറ്റ് ഹോൾഡേഴ്സിന്റെ കൺസേൺ അല്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം, റൈറ്റ്? അപ്പോ ബട്ട് ഡെറ്റ് ഫിനാൻസ് വരുമ്പോൾ ഓവറോൾ കോസ്റ്റ് എന്താവും? കുറയും. ശരിയല്ലേ? അപ്പോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട്. നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെറ്റ് ഫിനാൻസ് വരുമ്പോൾ അല്ലെ കോസ്റ്റ് എന്താവും? കുറയും അല്ലെ? അപ്പോ കോസ്റ്റ് കുറയുമ്പോൾ എന്താണ്, പിന്നെ ബാക്ക് കുറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ കൂടും, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ ഡെറ്റ് ഫിനാൻസ് വരുന്നത് നല്ലതാണ്. ബട്ട് എന്താ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കൂടും. അത് കാരണം അവർ കുറച്ചുകൂടി കെയർഫുൾ ആവണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? മാനേജേഴ്സ് ഡെറ്റ് ഫിനാൻസ് അവോയ്ഡ് ചെയ്യുന്നു. അത് ശരിയല്ലല്ലോ അല്ലെ? സോ ഇറ്റ്സ് എ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. ബിക്കോസ് അവരുടെ പണി കുറയ്ക്കാൻ അല്ലെ, അവരുടെ തലവേദന ഹെഡേക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ മാനേജേഴ്സിന്റെ ബെസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ല അവർ ആക്ട് ചെയ്യുന്നത്. സോ ബി ഇസ് എ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. ഓക്കെ ആണോ? ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ഡിസഗ്രീയിങ് ഓവർ ഡിവിഡൻഡ് പോളിസി. സി ഡിവിഡൻഡ് പോളിസിന്റെ മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ഡിസഗ്രി ചെയ്യാണ് അല്ലെ? അതിനിപ്പോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ ഗ്രൂപ്പാണ് അല്ലെ? ഷെയർ ഹോൾഡേഴ്സ് കുറച്ച് പേർക്ക് ഓക്കെ അല്ല, അവരാണ് തല്ലുകൂടുന്നത് അല്ലെ? അതിനിപ്പോ എന്താ പ്രശ്നം? അവിടെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം വരുന്നുണ്ടോ? ഇല്ല. ദി സ്റ്റോക്ക് മാർക്കറ്റ് എക്സേർട്ടിംഗ് പ്രഷർ ഓൺ ദ കമ്പനീസ് ടു അച്ചീവ് ഷോർട്ട് ടേം പ്രോഫിറ്റ്സ്. എന്ന് വെച്ചാല് ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസിന്റെ അല്ലെ, ഷോർട്ട് ടേം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസിന്റെ ഷെയർസിന് ഡിമാൻഡ് കൂടുന്നു അല്ലെ? അതിന് ഷെയർ പ്രൈസ് കൂടുന്നു. എന്ന് വെച്ചാല് സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സേർട്ടിംഗ് എന്ന് വെച്ചാല് ആരാ മാർക്കറ്റ്? ബയേഴ്സ് എന്നല്ലോ അല്ലെ? അപ്പൊ കൂടുതൽ ആൾക്കാർ എന്താ ബൈ ചെയ്യുന്നത്? ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന കമ്പനി ഷെയർസ് ബൈ ചെയ്യുന്നത്, അതിന്റെ ഡിമാൻഡ് കൂടും. അപ്പം കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടും അല്ലെ? ഷെയറിന്റെ വാല്യൂ കൂടും, മാർക്കറ്റ് വാല്യൂ കൂടും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, സോ അത്രയും അവിടെ. അപ്പൊ അതൊരു പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ല. ഓക്കെ, ബിക്കോസ് ഡയറക്ട്ലി അത് കാരണം മാനേജർ എന്ത് ചെയ്യുന്നു? പിന്നെ ലോങ് ടേം പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്തിട്ട് ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടി മാത്രം കളിക്കുന്നു. റിസർച്ച് എക്സ്പെൻസ് ഒക്കെ അവര് എന്താ പറയാ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് മക്കളെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റിസർച്ച് നടത്തിയാൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് കുറവായിരിക്കും, ബട്ട് ലോങ് ടേമിൽ കമ്പനി എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും, പ്രോഫിറ്റ് കൂടും അല്ലെ? റിസർച്ച് കട്ട് ഡൗൺ ചെയ്താൽ എക്സ്പെൻസ് കുറയും, പ്രോഫിറ്റ് കുറവായിരിക്കും അല്ലെ? പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ബട്ട് ലോങ് ടേമിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പോ പലപ്പോഴും അങ്ങനെ പ്രശ്നം വരാറുണ്ട്. ബട്ട് ഇവിടെ ഡയറക്ട്ലി അങ്ങനെ പറയുന്നില്ല. ഇത് കാരണം മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? പിന്നെ ഷോർട്ട് ടേം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി റിസർച്ച് എക്സ്പെൻസ് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഷോർട്ട് ടേം പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ നോക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഹിയർ ഡയറക്ട്ലി പറഞ്ഞ ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ത് മാത്രമാണ്? ബി ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഒന്ന് പറയാവോ? ചാറ്റിൽ ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, മൂവ് ചെയ്യട്ടെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. ഫൈൻ. ഓക്കെ, താങ്ക് യു. നോക്ക്, എമിഷൻ കോസ്റ്റിംഗ്. ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. What is the equivalent annual cost of using the mission if it were bought and replaced every 4 years in perpetuity? Okay, so replacement cycle every 4 years അല്ലെ? Asset replacement decision ആണ് പറയുന്നത് അല്ലെ? How often we should replace the asset അല്ലെ? ഓരോ വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണോ? 2 വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണോ? 3 വർഷം കൊണ്ട് റീപ്ലേസ് ചെയ്യണോ? 4 വർഷം റീപ്ലേസ് ചെയ്യണോ? സോ വാട്ട് ഇസ് ദ ഒപ്റ്റിമൽ റീപ്ലേസ്മെന്റ് സൈക്കിൾ? നമ്മള് ഇപ്പൊ 1 ഇയർ ആകുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് വരിക? 2 ഇയർ ആകുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് വരിക? 3 ഇയർ ആകുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് വരിക? അതൊക്കെ ലിസ്റ്റ് ചെയ്ത് അതിന്റെ പ്രസന്റ് വാല്യൂ എടുത്തു. പക്ഷേ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 1 ഇയർ റീപ്ലേസ് സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ അത് 1 ഇയറിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ അല്ലേ? 2 ഇയറിന്റെ റീപ്ലേസ് സൈക്കിൾ എടുക്കുമ്പോൾ 2 ഇയറിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റാണ് വരുന്നത്. 3 ഇയറിന് എടുക്കുമ്പോൾ 3 ഇയറിന് വരുന്നുണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മൾ ആനുവിറ്റി കോൺസെപ്റ്റ് കടമെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കോസ്റ്റിനെ തത്തുല്യമായ അല്ലെ ആനുവൽ ക്യാഷ് ഫ്ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഇതിന് തുല്യമായ ആനുവൽ ഇൻകേർഡ് ആവുന്ന കോസ്റ്റ് എന്തായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് എന്ത് ഈ AC. അവര് അഗെയിൻ ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്ന് പറയാം, തുല്യമായ എന്നാ പറയുന്നത്. അത് നല്ല അല്ലെ, ഇതായിരിക്കും ആനുവൽ കോസ്റ്റ് എന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അതുകൊണ്ട് മാത്രം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡിഫറെന്റ് റീപ്ലേസ് സൈക്കിളിലെ പ്രസന്റ് വാല്യൂ കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ സെയിം ബേസിലില്ല ആരും അല്ലെ. കാരണം എന്താ, ഒന്ന് 1 ഇയറിന്റെ, ഒന്ന് 2 ഇയേഴ്സ്, ഒന്ന് 3 ഇയേഴ്സ്, ഒന്ന് 4 ഇയേഴ്സിന്റെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് തുല്യമായ ആനുവൽ ക്യാഷ് ഫ്ലോ കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ എടുക്കുന്ന എന്താ പറയാ, കടെടുക്കുന്ന കോൺസെപ്റ്റ് ആരുടെയാണ്, ആനുവിറ്റീന്റെ അല്ലെ. നമുക്കറിയാം എന്താണ് ആനുവൽ ക്യാഷ് ഫ്ലോ അല്ലെ. ആനുവൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ആണ് എന്ത്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആനുവൽ ക്യാഷ് ഫ്ലോ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിനെ അല്ലെ ആനുവിറ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, ആനുവൽ ക്യാഷ് ഫ്ലോ കിട്ടില്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ ഓരോ റീപ്ലേസ് സൈക്കിളിന്റെയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ആനുവിറ്റി ഫാക്ടർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആനുവൽ ക്യാഷ് ഫ്ലോ കിട്ടും. ഈ ലോജിക്കിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ AC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്തൊക്കെയാ പണികളെന്ന് നോക്കാം. ഇവിടെ പണി കുറവാട്ടോ. എ മെഷീൻ കോസ്റ്റിംഗ് 225,000 has useful life of 4 years. Okay, at the end of which time its estimated present value of resale. Okay, thank God, എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഓഫ് റീസെയിൽ, സ്ക്രാപ്പ് വാല്യൂ പ്രസന്റ് വാല്യൂ തന്നിട്ടുണ്ട് 15,300. The present value of the total running cost over next 4 years 55,567 തന്നിട്ടുണ്ട്. ഇനി എന്താ പണിയുള്ളത്, സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ടോട്ടൽ ചെയ്യാം അല്ലെ. പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ടോട്ടൽ ചെയ്യാം. പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ടോട്ടൽ ചെയ്യാം. എന്തൊക്കെയാ വരിക, 225,000 അല്ലെ. അത് ഇയർ 0 അല്ലേ, നമ്മൾ പ്രസന്റ് വാല്യൂ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. സോ 225,000 പ്ലസ് പിന്നെന്താ 15,300 സ്ക്രാപ്പ് വാല്യൂ അല്ലെ. സോ നെഗറ്റീവ് ആണ്. 15,300 പ്ലസ് ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടോ, സോ കുഴപ്പമില്ലല്ലോ. 55,567 55,567 55,567 55,567. ഓക്കെ, എത്രയാ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ്? അല്ല, ഒന്ന് പറഞ്ഞേ, എത്രയാ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. വാട്ട് ഇസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ്? What is the present value of cost? What is the present value of cost? Is it 265 266 ആണോ? 265 266 ആണോ? ഇതൊരു നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ് കേട്ടോ. 265 266 ആണോ? ഓക്കെ ഗീതു, ഓക്കെ, താങ്ക് യു. Okay, so present value of cost. ഇനി EAC എന്താ? EAC is equal to present value of cost divide by annuity factor അല്ലെ. അതിനുവേണ്ടി നമ്മൾ present value of cost കാൽക്കുലേറ്റ് ചെയ്തേ അല്ലെ. സോ എത്രയാണ്, 266 divide by what is the annuity factor? 4 years 10%. 4 years 10%. annuity factor എന്താ? 3.17 ആണോ? 3.17 ആണോ വരുന്നത്? ആൻസർ ടു ദ നിയറസ്റ്റ് ഡോളർ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ടു നിയറസ്റ്റ് ഡോളർ ആണ്. ഓക്കെ, എന്നാ ആൻസർ പറഞ്ഞു. എത്ര ആൻസർ വരിക? വാട്ട്സ് ദി ആൻസർ? ആൻസർ പറഞ്ഞ എല്ലാവരും. $83,681 ആണോ 680 ആണോ? എത്ര വരുന്നത്?
83,680 അല്ലേ? 680 അല്ലേ വരുന്നേ? ഒന്ന് ചെക്ക് ചെയ്യണേ ഷെഹ, ഒന്ന് ചെക്ക് ചെയ്യണേ ഷെഹ. മോളെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞാണ്. ഷെഹ ഓക്കെ ആണോ? അത് കിട്ടിയോ? മനസ്സിലായോ അത്? ഓക്കെ ഫൈൻ ഓക്കെ. ഗുഡ്. ഓക്കെ, സോ യെസ്, അത് കഴിഞ്ഞു. സോ ഐ തിങ്ക് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? സോ 83,680 ആണ്, റൗണ്ട് ഓഫ് ആണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. കൊണോളി കമ്പനി ആണ്, കൊണോളി കമ്പനി. ഓക്കെ, കൊണോളി കമ്പനി. സോ യെസ്, interesting question ആണ്. If the equity issue goes ahead and the bank loan is redeemed, what will be the new earnings per share? അല്ലേ? If the equity issue goes ahead and the bank loan is redeemed, what will be the new earnings per share? So പുതിയ EPS ആയിരിക്കുന്നത്. EPS എന്താടാ? EPS എന്ന് പറയുമ്പോൾ is equal to PAT divided by number of shares. അല്ലേ? PAT by number of shares ആണ് എന്ത്? EPS. ശരിയല്ലേ? റൈറ്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് PAT വേണം, പുതിയ PAT വേണം, പുതിയ നമ്പർ ഓഫ് ഷെയർസ് വേണം അല്ലെ? അപ്പൊ നമുക്ക് EPS കിട്ടും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കൊണോളി കമ്പനി ഹാസ് 75 million equity shares in issue and has just reported a profit after tax of 35 million. ഈ 35 കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ബിക്കോസ് 35 അല്ലല്ലോ പുതിയ PAT വരിക അല്ലെ? എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നില്ലേ? സോ അതല്ല വരിക. അപ്പോ ഓൾറെഡി 75 million equity shares ഉണ്ട്, 35 million ആണ് എക്സിസ്റ്റിംഗ് PAT. A new issue of 25 million equity shares at an issue price of 1.20 is being considered. Okay, ആയിക്കോട്ടെ. അപ്പോൾ പുതിയ ഷെയർ ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. All proceeds would be used to redeem a bank loan with an annual cost of 5%. ഓക്കെ, ബാങ്ക് ലോൺ റെഡീം ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആ പ്രൊസീഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ബാങ്ക് ലോൺ ഉണ്ടാവും, 0 ആവും അല്ലേ? സോ Connolly company pays corporation tax at 25 at a rate of 25%. Assume that operating profit before interest and tax അല്ലെങ്കിൽ operating profit അല്ലെ profit interest and tax remains constant. ഓക്കെ, സോ എന്തായിരിക്കും പുതിയ EPS എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സിസ്റ്റിംഗ് PAT ഉണ്ടല്ലേ, എത്രയാ? 35 million. യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? എന്തുകൊണ്ടാ? കാരണം PAT മാറും. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ അല്ലേ? ബാങ്ക് ലോൺ റെഡീം ചെയ്താൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല, ആര് മാറും? PAT മാറും. അപ്പൊ നമുക്ക് എന്താ സെയിമോ എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിമോ എന്നാ പറയുന്നത്, മാറൂല എന്നാ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് PBT ടാക്സ് ആവശ്യമില്ല, ബട്ട് ഞാൻ കൊടുക്കുകയാണ് ടാക്സ് PAT അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് എന്ത് കിട്ടും? EPS. ഓക്കെ, നമുക്ക് തന്ന PAT $35 അല്ലേ? 35 ആണ് PAT. നോക്ക്, PBTന്റെ നോക്കാം, ടാക്സ് റേറ്റ് എത്ര പറയുന്നത്? 25% അല്ലെ? സോ PBT ഇൻറ്റു 25% ആണ് ടാക്സ് അല്ലെ? PBT 25% ടാക്സ് ആയിട്ട് പോകും. എന്ന് വെച്ചാല് മക്കളെ, PBT ഇൻറ്റു 75% അല്ലേടാ PAT അല്ലേ? ശരിയല്ലേ? അതായത് PBT 25% ടാക്സ് ആയിട്ട് പോയാല് PBTന്റെ 75% അല്ലേ PAT? അങ്ങനെയാണെങ്കിൽ PBT എന്തായിരിക്കും? PAT ഡിവൈഡ് ബൈ 75% ആയിരിക്കില്ലേ? അല്ലേ? ഡിവൈഡ് ബൈ 75% ആയിരിക്കില്ലേ? ഒന്ന് കാൽക്കുലേറ്റ് എത്രയാന്ന് ഞാനും കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാ വരുന്നേ? 35 അല്ലേ? 35 ഡിവൈഡ് ബൈ 75% ആണ് PBT.
Is it 46.67? 46.67 ആണോ? 46.67 ആണോ? ഓക്കെ, ഗുഡ് ഫൈൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് എന്നെ കാൽക്കുലേറ്റ് ചെയ്യാം? ബാങ്ക് ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാങ്ക് ലോണിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 25 million equity shares at an issue price of 1.20 എന്നാ പറയുന്നേ is being considered. All proceeds would be used to redeem a bank loan. അല്ലെ? അപ്പൊ ബാങ്ക് ലോൺ എന്തിന് ഈക്വൽ ആണ്? ഷെയർ ഇഷ്യൂ ഈക്വൽ ആണ് അല്ലെ? ഷെയർ ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യുന്ന എമൗണ്ടിന് അല്ലെ? പ്രൊസീഡ്സ് ഓഫ് ഷെയർ ഇഷ്യൂ. പ്രൊസീഡ്സ് ഓഫ് ഷെയർ ഇഷ്യൂ എത്രയാ? 25 million into $1.2. 25 into 1.2 എത്രയാ? ദാറ്റ് ഇസ് 30 million അല്ലേ? 30 million അതാണ് ബാങ്ക് ലോൺ. ശരിയല്ലേ മക്കളെ? 30 million ആണ് ബാങ്ക് ലോൺ. 30 million ആണ് ബാങ്ക് ലോൺ വരുന്നത്, റൈറ്റ്? സോ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 30 million into 5% അല്ലേ? സി നമ്മൾ എന്തിനാ ബാങ്ക് ലോൺ കണ്ട? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാ. സാറേ 5% എവിടെ നിന്ന് കിട്ടിയതാ? ഇവിടെ ഉണ്ട് ആനുവൽ കോസ്റ്റ് ഓഫ് 5% അല്ലേ? സോ 30 million into 5% എത്രയാ വരിക? കാൽക്കുലേറ്റ് ചെയ്യും. 30 into 5%, 1.5. സോ ഇൻട്രസ്റ്റ് 1.5 ആണ് അല്ലേ? അപ്പോ പി വീട്ടിന് ഇവിടെ ആഡ് ചെയ്താൽ പോലെ അല്ലേ? 46.67 into അല്ലെ പ്ലസ് 1. സോ 48.17. ഇതാണ് നമ്മുടെ എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലടാ? ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെ? ഇനി നമുക്കൊരു കളിക്കാം. എന്താണ്? സോ $1 48.17. ഇൻട്രസ്റ്റ് ഇല്ല അല്ലെ? സാറേ അതെങ്ങനെയാ സാറ് ഇവിടെ വീണ്ടും 48.17 എടുത്തേ? നോക്ക്, നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്താലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാറൂല എന്നാ പറയുന്നേ അല്ലേ? അപ്പൊ നമുക്ക് പുതിയ PAT കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ എന്താ പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിം ആയിരിക്കും പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തില്ല. ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ മക്കളെ, മനസ്സിലാക്കണേ. വെറുതെ ഞാൻ ഇതൊരു ഫോർമാറ്റ് അല്ല. PAT ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് EPS. അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 35 എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഇൻട്രസ്റ്റ് ഇനി ഷെയർ ഇഷ്യൂ കഴിഞ്ഞാൽ ബാങ്ക് ലോൺ റെഡീം ആവും. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ടാവില്ല. PBT മാറും, PAT മാറും അല്ലേ? അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞത്? ആര് സെയിം ആവും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാറൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക? PAT കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ PBTയും 48.17 ആണ്. കാരണം ഇൻട്രസ്റ്റ് സീറോ അല്ലേ? ടാക്സ് നമ്മൾ ഡയറക്ട്ലി PAT ചെയ്യുമ്പോൾ ടാക്സിന് ആവശ്യമില്ലല്ലോ അല്ലെ? സോ 48.17 into 75% ആണ് PAT, പുതിയ PAT അല്ലെ? സോ നോക്ക് എത്രയാണ്? 48.17 into 75% അല്ലെ? എത്രയാ? 36.13 ആണോ PAT? 36.13 million. 36.13 million ആണോ? കിട്ടുകയാക്കും 36.13 million. കിട്ടിയോ മക്കളെ? നോക്ക്. കഴിഞ്ഞോ? കിട്ടി. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇപ്പൊ 75 അല്ലേ? പക്ഷേ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? 25 million ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 75 plus 25, അത് 100 അല്ലേ വരിക? EPS എന്താ വരിക? EPS 36.13 million divided by 100. That is 0.3613 അല്ലേ? 0.3613. നമുക്ക് ഓപ്ഷൻ നോക്കാലോ. 0.361.
അല്ലേ? 0.361 ഓപ്ഷൻ സിയിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ നമ്മൾ പറഞ്ഞു PAT കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഇപ്പൊ എന്താ PAT? ഇപ്പൊ PAT 35 മില്യൺ ആണ്. പക്ഷെ എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അവര് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അത് വെച്ച് ലോൺ റിഡീം ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ സിറ്റുവേഷനിൽ ബാങ്ക് ലോൺ ഉണ്ടാവില്ല അല്ലെ? അതുകൊണ്ട് PBT മാറും, PAT ഒക്കെ മാറും അല്ലെ? അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഉള്ള ഡാറ്റ വെച്ചിട്ട് റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അത് ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഇനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിം ആവുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ സെയിം ആവുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പുതിയ PAT കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ ആണോ? ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് എന്താണ്ട് കൂടുന്നുണ്ട്. സോ ദ ന്യൂ EPS ഇസ് 0.3613. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ എല്ലാവർക്കും? മക്കളെ ഒന്ന് പറഞ്ഞടാ, ക്ലിയർ ആണോ? ഇത് തന്നെ സെക്ഷൻ സിയിലും ഇതുപോലെ ക്വസ്റ്റൻ വരാറുണ്ട് കേട്ടോ. സെക്ഷൻ സിയിലും ഇതേപോലെ ക്വസ്റ്റൻ വരാറുണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ ഞാനുള്ള ഫോർമാറ്റ് ആണോ പഠിപ്പിച്ചത്? അല്ല. റീസൺ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുകൂടി ഞാൻ പറയുന്നുണ്ട് അല്ലെ? വെറുതെ ആൻസർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത്? എനിക്കിതാണ് വേണ്ടത്. എനിക്ക് PAT ബൈ നമ്പർ ഓഫ് ഷെയർസ് വേണം. പക്ഷെ PAT സെയിം കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞ ഹിന്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിം ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് തിരിച്ച് താഴേക്ക് വന്നു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Which of the following descriptions are not main macroeconomic policy objectives? See, overall എക്കണോമിയെ ഒരു ലാർജ് സ്കെയിലിൽ പിന്നെ എഫക്ട് ചെയ്യുന്നതാണ് മാക്രോ എക്കണോമിക് പോളിസി. ഓക്കെ, അതിന്റെ സബ് തന്നെയാണ് എന്ത്? മോണിറ്ററി പോളിസിയും അതുപോലെ ഫിസിക്കൽ പോളിസിയും ഒക്കെ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ് ആർ നോട്ട് മെയിൻ മാക്രോ എക്കണോമിക് പോളിസീസ്? എൻഷുറിംഗ് മിനിമം എമൗണ്ട് ഓഫ് പ്രൈസ് ഇൻക്രീസസ്. ഓക്കെ, ഓവറോൾ പ്രൈസ് ഇൻക്രീസ് എന്താ പറയാ മിനിമം ആക്കുക അല്ലേ? അത് എന്താ പറയാ ഒരു ഓവറോൾ എക്കണോമി എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് എ മാക്രോ എക്കണോമിക് പോളിസിയാണ്. ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം ആൻഡ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, അഗെയിൻ എന്താ പറയാ മാക്രോ എക്കണോമിക് പോളിസിയാണ്. എൻഷുറിംഗ് എ ബാലൻസ് റേഷ്യോ ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്. ഓക്കെ, അഗെയിൻ മാക്രോ എക്കണോമിക് പോളിസിയാണ്. മെയിൻറ്റെയിനിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ് അറ്റ് മിനിമം ലെവൽസ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓക്കെ, അത് മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, അത് മോണിറ്ററി പോളിസി കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് ഡീൽ ചെയ്യുന്നത് ഏത് പോളിസിയാണ്? മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, ഇനി ബാലൻസിങ് ഗവൺമെന്റ് സ്പെൻഡിങ് വിത്ത് ടാക്സ് റെസീറ്റ്, അത് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി. ഓക്കെ, എൻഷുറിംഗ് സ്റ്റേബിൾ ആൻഡ് ഫുള്ളി എംപ്ലോയ് ലേബർ ഫോഴ്സ്, അതും ഓവറോൾ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇതും എന്താണ്? മാക്രോ എക്കണോമിക് ആണ്. സോ ഇതില് ഡിയും ഇയും ഇത് ഡയറക്റ്റ് അധികം ഒന്നും പറയാനില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒന്നും പറയാനില്ല. ഇതിൽ ഡിയും ഇയും ആണ് എന്ത്? മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും. ബാക്കിയെല്ലാം എന്താണ്? മാക്രോ എക്കണോമിക് പോളിസി ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, സോ ഓവറോൾ എക്കണോമി ഇംപ്രൂവ് ചെയ്യുന്നതാണ് ആക്ച്വലി മാക്രോ എക്കണോമിക് പോളിസി ഒബ്ജക്റ്റീവ്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രൈസ് ഇൻക്രീസ് കുറയ്ക്കുക, ലിവിംഗ് സ്റ്റാൻഡേർഡ് കൂട്ടുക അല്ലെ, ഫുള്ളി എംപ്ലോയിഡ് അല്ലെ ലേബർ ഫോഴ്സ്, സ്റ്റേബിൾ ലേബർ ഫോഴ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ടും എന്ത് ചെയ്യുക? ഒരു ബാലൻസ് റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നമ്മളോട് എക്സ്പോർട്ട് കൂടുമ്പോൾ ഇമ്പോർട്ട് കൂടുമ്പോൾ കുഴപ്പം എന്താ? നമ്മുടെ കറൻസി വാല്യൂ എന്താ? കുറയും അല്ലേ? റൈറ്റ്. അപ്പോ അതിന്റെ ഒരു ബാലൻസ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ ഡി ആൻഡ് ഡി ആണ് ആൻസേഴ്സ്. ഓക്കെ, സോ 8th വൺ ഡയറക്റ്റ് ആണ്, നമുക്ക് അധികം ഒന്നും പറയാനില്ല. ഇനി ഇസ്ലാമിക് ഫിനാൻസിന്റെ രീതിയാണ്. അഗെയിൻ ഇതും ഡയറക്റ്റ് ആൻസർ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും മക്കളെ. കണ്ടോ, ഇപ്പോ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് അധികം സമയം വേണ്ടി വരും. റൈറ്റ്, ചില ക്വസ്റ്റ്യൻസ് അധികം സമയം വേണ്ടി വരില്ല. ഓക്കെ, ആ വ്യത്യാസം ഉണ്ടാവേ. ഓക്കെ, നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു ഇസ്ലാമിക് ഫിനാൻസ്? അതായത് ശരിയാ ലോ ഫോളോ ചെയ്യുന്ന ഫിനാൻസ് ആണ് ഇസ്ലാമിക് ഫിനാൻസ്. അതൊരിക്കലും കൺവെൻഷണൽ ബാങ്കിങ് അല്ലെ ഫിനാൻസ് ഫോം അല്ല. ഓക്കെ, അവർക്ക് അവരുടെ റൂൾസ് ഉണ്ട്. ഓക്കെ, അവർക്ക് ഇൻട്രസ്റ്റ് പ്രോഹിബിറ്റഡ് ആണ്. ഓക്കെ, അതേപോലെ ശരിയാ പറയുന്ന ചില ബിസിനസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ അല്ലെ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പ്രോഹിബിറ്റഡ് ആണ്, അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് അല്ല, ഇവിടെയൊക്കെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഓക്കെ, എല്ലാം പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഓക്കെ, ആൻഡ് അവരുടെ പല ഇൻസ്ട്രുമെന്റ്സും ലൈക് മുദാറബ, മുഷാരക, ഓക്കെ, ഇജാര. ഓക്കെ, അപ്പൊ
ഇതൊക്കെ ഇങ്ങനെയുള്ള പല ഇൻസ്ട്രുമെന്റ്സും നമ്മുടെ കൺവെൻഷണൽ ഫോം ഓഫ് ഫിനാൻസിനോട് സിമിലർ ആണ് അത് തന്നെയാണ് സിമിലർ ആണ്. ഓക്കെ, അപ്പൊ അത് മാച്ച് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സാം ചോദിക്കാറുണ്ട് മാച്ച് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോം ഓഫ് ഫിനാൻസ്, ഓക്കെ, എന്തിന് കൺവെൻഷണൽ ഫോം ഓഫ് ഫിനാൻസ് ആയ ഇക്വിറ്റി, ഡെറ്റ്, ലീസ്, ഓക്കെ, എന്തിനോടാണ് പിന്നെ മാച്ച് ആവുന്നത്? സോ ലെറ്റ്സ് നോക്കാം. Biha is a listed company seeking new sources of finance to fund long-term investment project. The directors have been advised that Islamic finance alternative source to conventional finance. So, അവര് പറയുന്നത് മുദാറബ is a form of equity finance. Yes, ആണ്. Where profits are shared according to a pre-agreed contract and losses solely attributable to provider of the capital. Okay, അതായത് ഇപ്പോ ആരാണോ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തത് ആള് മാത്രമേ, ഇപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ബാങ്കിന്റെ അടുത്ത് പോയിട്ട് പിന്നെ പറയുകയാണ്, ഐ ഹാവ് ദിസ് ഐഡിയ, വെരി ഗുഡ് ഐഡിയ, ഓക്കെ, നിങ്ങൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാങ്ക് ഫിനാൻസ് തരുന്നു. ഓക്കെ, സോ പ്രോഫിറ്റ് ലോസും അഗ്രിമെന്റ് പോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ ഷെയർ ചെയ്യുന്നു. ബട്ട് ലോസ് എന്താണ്, ആരാണോ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തത് അയാൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇസ്ലാം ഫിനാൻസിൽ മുദാറബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, സോ അഗെയിൻ നമുക്ക് ഇക്വിറ്റി ഫോം ഫിനാൻസിൽ ലോസ് അൾട്ടിമേറ്റ്ലി ബെയറേണ്ട ആരാണ്? ഓണേഴ്സ് ആണ്, അല്ലെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് കടന്നു ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല. അപ്പോ അതുകൊണ്ട് തന്നെ മുദാറബ ഒരു ഫോം ഓഫ് ഇക്വിറ്റി ഫിനാൻസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇക്വിറ്റി പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രീ അഗ്രീഡ് റേഷ്യോ ഷെയർ ചെയ്യുന്നു. ആൻഡ് പിന്നെ ലോസ്, ഓക്കെ, പ്രൊവൈഡ് ഓഫ് ക്യാപിറ്റലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇക്വിറ്റി ഫിനാൻസ്, ഓക്കെ, അത് കറക്റ്റ് ആണ്. മുഷാരക is a form of equity finance in which the investment partners receive dividends and losses are shared according to capital contribution. മുഷാരക വെഞ്ചർ ക്യാപിറ്റൽ ആണ്. വെഞ്ചർ ക്യാപിറ്റലിന് സമാനമായ ഫിനാൻസ് ആണ് മുഷാരക. എന്തല്ല, ഇക്വിറ്റി ഫിനാൻസ് അല്ല. ആൻഡ് അവിടെ ഡിവിഡൻസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഓക്കെ, ദർസ് നോ ഡിവിഡൻഡ് ഇൻ ദാറ്റ്. ഓക്കെ, അവിടെ എങ്ങനെയാണ്, അവിടെ ഒരു റേഷ്യോയിൽ അവർ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ലോസ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഓക്കെ, സോ വെഞ്ചർ ക്യാപിറ്റലിന് സമാനമായ എന്താണ് ഇസ്ലാം ഫിനാൻസ് ആണ് ഇത് മുഷാരക എന്ന് പറയുന്നത് കേട്ടോ. മുഷാരക വെഞ്ചർ ക്യാപിറ്റലിന് സമാനമായ ഫിനാൻസ് ആണ്, ഇക്വിറ്റി ഫിനാൻസ് അല്ല. ഓക്കെ, ഡിവിഡൻഡ് എന്ന കോൺസെപ്റ്റ് അവിടെ ഇസ്ലാം ഫിനാൻസിൽ ഇല്ല. സുക്കൂക്ക് കനോട്ട് ബിയർ ഇൻട്രസ്റ്റ്. ദ സുക്കൂക്ക് ഹോൾഡേഴ്സ് റിട്ടേൺ ഫോർ പ്രൊവൈഡിംഗ് ഫിനാൻസ് ഇസ് എ ഷെയർ ഓഫ് ഇൻകം ജനറേറ്റഡ് ബൈ ദർ ബോണ്ട്സ്. യെസ്, അതാണ്. അതായത് സുക്കൂക്ക് നമ്മുടെ കൺവെൻഷണൽ ഫോം ഓഫ് ഫിനാൻസിൽ ഡെറ്റിന് സമാനമായ ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ് ആണ് സുക്കൂക്ക്. അപ്പോൾ ഡെറ്റിന് ഇൻട്രസ്റ്റ് ആണല്ലോ റിട്ടേൺ, അല്ലെ? ലോണിന് ഇൻട്രസ്റ്റ് ആണ് റിട്ടേൺ, ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെന്താ, സുക്കൂക്ക് ഹോൾഡർ, ഇപ്പൊ എനിക്കൊരു ബിസിനസ് ഉണ്ട്, അപ്പൊ അവിടത്തേക്ക് ഒരു മെഷീനറി വാങ്ങിക്കാൻ, ഓക്കെ, ഞാൻ എന്റെ സുക്കൂക്ക് ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോ ആ മെഷീനറിന്ന് ഉണ്ടാക്കുന്ന ഓവറോൾ ബിസിനസിന്റെ അല്ല, ആ മെഷീനറി അല്ലെ ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സിന്റെ ഷെയർ ഓഫ് ഇൻകം മാത്രമേ ആർക്ക് ഉണ്ടാവുള്ളൂ, സുക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്റെ ഷെയർ ഓഫ് ഇൻകം, ഓക്കെ, ഏത് പ്രോഫിറ്റിന്റെ, കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണോ? അല്ല, ഈ സുക്ക് ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു അസറ്റ്, ഒരു ഡിവിഷൻ ഉണ്ടാവുമല്ലോ, ആ ഡിവിഷനിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിന്റെ ഷെയർ മാത്രം, അല്ലാതെ ഓവറോൾ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ ആർക്ക് കിട്ടില്ല, സുക്ക് ഹോൾഡേഴ്സിന് കിട്ടില്ല. ഓക്കെ, അവരെന്താണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിനുള്ള പ്രോഫിറ്റിന് ഉള്ള റിട്ടേൺ മാത്രം ആർക്ക് കിട്ടുള്ളൂ, സുക്ക് ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. സോ യെസ്, 3 കറക്റ്റ് ആണ്. ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ബൈ ദെയർ നേച്ചർ മീൻ ദേ ആർ നോട്ട് ട്രേഡഡ് ത്രൂ എ സെക്കൻഡറി മാർക്കറ്റ്. അങ്ങനെയില്ല. ഓക്കെ, ലൈക് സെക്കൻഡറി മാർക്കറ്റ് മീൻസ് ഇപ്പോ വൺസ് ഇഷ്യൂഡ്, പിന്നെ ഇപ്പോ ഞാൻ എന്താ പറയാ, ഒരു ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തു, എനിക്ക് എന്താ മറ്റൊക്കെ സെയിൽ ചെയ്യാം. ഓക്കെ, എവിടെയും ബൈ നേച്ചർ പറയുന്നില്ല ട്രേഡബിൾ അല്ല എന്നും എവിടെയും പറയുന്നില്ല. ഫഹീം, സുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഡെറ്റ് പോലെ, ഡെറ്റ് അതായത് കൺവെൻഷണൽ ഫോം ഓഫ് ഫിനാൻസിന് ഈക്വൽ ആണെന്നല്ല, അതേപോലെ എന്നല്ല, അത് എന്താ പറയാ, ഏകദേശം അതുപോലെ, അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സുക്കൂക്ക് ഡെറ്റിന് സമാനമാണ്. ഓക്കെ, ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രസ്റ്റ് ആണ്, അല്ലെ? ഡെറ്റ് നമ്മളിപ്പോ ലോൺ നോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ എന്താ കൊടുക്കുക, കമ്പനി എന്താ കൊടുക്കുക, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കമ്പനിക്ക് ഒരു പുതിയ ഡിവിഷനിലെ പുതിയ മെഷീനറി വാങ്ങിക്കണം. അപ്പൊ മെഷീനറിക്ക് വേണ്ടി എന്ത് ചെയ്തു, സുക്ക് ഹോൾഡേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് ആ മെഷീനറി ഓപ്പറേറ്റ് ചെയ്തുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമാണ് കിട്ടുക, അല്ലാതെ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടൂല. ഓക്കെ, ഇപ്പം എന്താ പറയാ,
അവര് ഇൻവെസ്റ്റ് ചെയ്ത പിന്നെ മെഷീനറി അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടാവുമല്ലോ, ആ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ലാഭമാണെങ്കിൽ ആ ലാഭത്തിന്റെ ഷെയർ ആർക്ക് കിട്ടും? പിന്നെ ഈ സുഖ് ഹോൾഡേഴ്സിന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന് സമാനം വന്ന ഡെറ്റിന്. അവർ ഓണേഴ്സ് ആവുന്നില്ല. ഓക്കെ, അവർ ആ ഒരു പെർട്ടിക്കുലർ ഡിവിഷന് വേണ്ടി വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, സോ ഇത് ഡെറ്റിന് സമാനമാണെന്നാ പറയുന്നത്. ഓക്കെ, ഡെറ്റിന് സമാനം. ഓക്കെ, കൺവെൻഷൻ ഫോം ഫിനാൻസ് ആയി ഡെറ്റിന് സമാനം എന്നാ പറയുന്നത്. ദാറ്റ് ഇസ്, ഒന്നുകൂടെ പറയാം, സുഖ് ഹോൾഡേഴ്സിന് അവര് ഇൻവെസ്റ്റ് ചെയ്ത ഒരു അസറ്റ് ഉണ്ടാവും അല്ലെ, അവര് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവിഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഇസ്. ആ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റാ വരുന്നതെങ്കിൽ ആ പ്രോഫിറ്റിന്റെ ഷെയർ ആണ് നമ്മൾ ആർക്ക് കൊടുക്കുക? സുഖ് ഹോൾഡേഴ്സിന് കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ, ഓക്കെടാ. സോ ഇസ്ലാം ഫിനാൻസ് സെക്കൻഡറി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. ഓക്കെ, ബൈ നേച്ചർ അങ്ങനെയൊന്നും എവിടെയും പറയുന്നില്ല. വി ക്യാൻ ട്രേഡ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് ഞാനിപ്പോ ഇസ്ലാം ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു, എനിക്ക് എന്ത് ചെയ്യാം? മറ്റൊക്കെ സെൽ ചെയ്യാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, സോ ആൻസർ ഇതൊക്കെയാണ് 1 and 3. സോ 1 and 3 ആണ് ആൻസർ. ഓക്കെ, ഇജാര മീൻസ് ലീസ്. ഇജാര ലീസിന് സമമാണ്. ഓക്കെ, ഇജാര എന്ന ഇൻസ്ട്രുമെന്റ് ലീസിന് സമമാണ്. അതായത് കൺവെൻഷണൽ ഫോം ഫിനാൻസ് ആയ ലീസിന് സമാനമാണ് ഇജാര. ഓക്കെ, നമ്മള് ഇപ്പൊ മുദാറബ ഇക്വിറ്റി ഫോം ഫിനാൻസ് ആണ്. മുഷാരക വെഞ്ചർ ക്യാപിറ്റലിന് സമാനമാണ്. ഇജാര ലീസ് അല്ലെ, ലീസിന് സമാനമാണ്. ഓക്കെ, അതേപോലെ എന്താ പറയാ, പിന്നെ നമ്മുടെ സുക്കൂക്ക് ഡെറ്റിന് സമാനമാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ പോവാ. ഓക്കെ, സോ നമുക്ക് എന്താ ആൻസർ ചെയ്താ സി, 1 and 3. 1 and 3. ഓക്കെ, സോ നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, യൂഷ്വലി ഇത് അങ്ങനെ ചോദിക്കാറില്ല, അങ്ങനെ സിലബസ് നമുക്ക് ഇതിന്റെ ഫോർമുല ഒന്നും ഇല്ല, ബട്ട് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്ക്, വാട്ട് വിൽ ബി ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഈച്ച് പേപ്പർ? വാട്ട് ബി ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഈച്ച് പേപ്പർ? ഓക്കെ, സോ നോക്കുക, a large listed company is to issue 90-day commercial paper with a nominal value of $5 million. Each paper have a nominal value of 10,000. Okay, the annual required rate of return is 6%, assuming 360-day a year. അപ്പോ ഇതിങ്ങനെയാണ് വരിക ഇക്വേഷൻ. ദാറ്റ് ഇസ് ഇഷ്യൂ പ്രൈസ് ഈക്വൽ ടു, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അതങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. പിന്നെ ACയുടെ ഒരു പ്രീ മോക്കിൽ എന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഷ്യൂ പ്രൈസ് ഇസ് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഡിവൈഡ് ബൈ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇക്വേഷൻ കേട്ടോ. ഇപ്പോ 1 പ്ലസ് സോറി 1 പ്ലസ് റിക്വയർഡ് റിട്ടേൺ ഇൻറ്റു, അത് നമ്മൾ പ്രോറായിട്ടാ ചെയ്യണം. കാരണം കൊമേഴ്ഷ്യൽ പേപ്പർ ഒന്നും നമ്മൾ 1 ഇയറിനും 2 ഇയറിനും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, 90 ഡേയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ 30 ഡേയ്സ് 7 ഡേയ്സ് അങ്ങനെയൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുക. അത്ര ഷോർട്ട് ടേം അല്ലെ, ഷോർട്ട് ടേം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോറായിട്ടാ ചെയ്യണം. ഇൻറ്റു maturity divided by number of days in a year. മക്കൾ ഇതധികം ഫോക്കസ് ചെയ്യണ്ടോ, അത് ചോദിക്കാറില്ല കേട്ടോ. ഞാൻ പിന്നെ പ്രീമോക്കിൽ വന്നുകൊണ്ട് ഇതൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ACS സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്, അല്ലാതെ വേറെ എവിടെ നിന്ന് എടുക്കുക, എക്സ്റ്റേണൽ എൻറ്റിറ്റി എവിടെ നിന്ന് എടുക്കുന്നില്ല. എല്ലാം ACS സൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഫോർമുല. ഓക്കെ, ഇതാണ് ഫോർമുല. ഇത് എഴുതിയ വലുതായി പോയെന്നേ ഉള്ളൂ, ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. നോക്ക്, നോമിനൽ വാല്യൂ 10,000 ആണ്. സോ 10,000 ഡിവൈഡ് ബൈ അല്ലേ, എന്താ പറയാ, 1 പ്ലസ് റിക്വയർ റിട്ടേൺ 6% ആണ് അല്ലേ. സോ 6%
ഇൻറ്റു മെച്യൂരിറ്റി 90 days ആണ്, ഡിവൈഡ് ബൈ 360 ആണ്. ഇത്രയേ ഉള്ളൂ. എത്ര ആൻസർ വരുന്നത്? Is it near to 9852 ആണോ? 9852 ആണോ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊമേഴ്ഷ്യൽ പേപ്പറിനെ പറ്റി ഞാൻ പറയാം കേട്ടോ. നമ്മളിപ്പോ ഷോർട്ട് ടേം സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച ഇൻസ്ട്രുമെന്റ് ആയിരുന്നു എന്ത്? കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലേ? റൈറ്റ്. സോ അത്രയും എന്താണ് ഒരു വലിയ കമ്പനീസ് അല്ലെ, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുള്ളൂ അല്ലെ? അത് അൺസെക്യൂർഡ് ആണ് അല്ലെ, സെക്യൂരിറ്റി ഇല്ല. മെച്യൂരിറ്റി 7 days to 90 days അങ്ങനെയൊക്കെ എന്തും അല്ലെ, 7 day മെച്യൂരിറ്റി, അതായത് അവർക്ക് കുറച്ചു കാലം മാത്രമേ അവർക്ക് ഫണ്ട് ആവശ്യമുള്ളൂ. ഓക്കെ, 7 days to 90 days, അതിൽ എവിടെയും മെച്യൂരിറ്റി വരാം. അതായത് 7 days മെച്യൂരിറ്റിയും വരാം, 10 days വരാം, 15 days വരാം, 30 days വരാം, 90 days വരാം. ഓക്കെ, സോ ഷോർട്ട് ടേം ആണ്. അപ്പോൾ ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയൊരു കമ്പനി റിലയൻസ്, അവർക്ക് മേ ബി ഒരു 3 months ഫണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, സോ അവർക്കൊരു അൺസെക്യൂർഡ് ആയിട്ട് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്തിട്ട്, ഓക്കെ, അതായത് സെക്യൂരിറ്റി ഒന്നും വെക്കാതെ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ അവർ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസും കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്താൽ സക്സസ്ഫുൾ ആവില്ല. അത്രയും നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? സക്സസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ നല്ല വലിയ കമ്പനീസ് അല്ലെ, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുള്ളൂ. ആൻഡ് നമുക്ക് ഷോർട്ട് ടേം സർപ്ലസിനെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, വിത്തിൻ 9 days അത് മെച്യൂർഡ് ആവും അല്ലെ? ഇതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഇഷ്യൂ പ്രൈസ് യൂഷ്വലി സിലബസിൽ നമ്മുടെ സ്റ്റഡി ഹബിൽ എവിടെയും ഇതിന്റെ ഇക്വേഷൻ പറയുന്നില്ല. സോ യു നീഡ് നോട്ട് സ്റ്റഡി ഇറ്റ്. ഞാൻ പിന്നെ ഇവിടെ വന്നതുകൊണ്ട് ACയുടെ സൈറ്റിൽ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് മാത്രം ഞാൻ ഇത് പഠിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 11th one very easy question. 11th one very easy question. എന്താ ഒന്ന് പറഞ്ഞ? 11th one very easy question. What is Salvo company's interest cover? Interest cover എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് അല്ലെ? അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റിന് എത്ര ടൈംസ് കവർ ചെയ്യുന്നു, റൈറ്റ് അല്ലെ? എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? 2650 അല്ലേ? ഡിവൈഡ് ബൈ എന്താ? ഇൻട്രസ്റ്റ് എന്താ? എന്നെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് എന്നെ കാൽക്കുലേറ്റ് ചെയ്യുക? Interest is equal to $3525 into 8%. അല്ലെ? $3525 into 8%. എത്ര വരിക? 3525 into 8%. എത്ര വരിക? 3525 into 8%. എത്ര മക്കളെ? 282. Good. 282. 282 അല്ലെ? സോ $282. എന്നാ ആൻസർ പറഞ്ഞേ? 1 decimal place ആണേ. 1 decimal place റൗണ്ട് ഓഫ് ചെയ്യണേ. ഓക്കെ, ഗ്രേറ്റ്. 9.4 times. 9.4 times. ഓക്കെ ആണോ? 9.4 times. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 9.4 times. അടുത്തിലേക്ക് പോട്ടെ. ഇത് വലിയ കാര്യമില്ലല്ലോ അല്ലെ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. What is the cost of bar company's inventory ordering policy to nearest dollar? Okay, bar company has set an inventory ordering quantity of 100,000. നല്ല കാര്യം അല്ലേ? ആയിക്കോട്ടെ. ഓർഡറിംഗ് പോളിസിന്റെ കോസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഏതോ കോസ്റ്റ് എടുക്കേണ്ടത്? ഏതോ കോസ്റ്റ് ആയിരിക്കും?
ഹോൾഡിംഗ് കോസ്റ്റും അതേപോലെ ഓർഡറിംഗ് കോസ്റ്റ് കേട്ടോ. ഹോൾഡിംഗ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് വന്നേ. അപ്പൊ ഓർഡറിംഗ് ക്വാണ്ടിറ്റി 100,000 ആണ്. ദ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് പ്രോസസിംഗ് ആൻ ഓർഡർ CO 200 ആണ്. CH 0.5 ആണ്. ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫിനാൻസ് കോസ്റ്റിനെ പറ്റി വരേണ്ട ആവശ്യമില്ല അല്ലെ. CH ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഫിനാൻസ് കോസ്റ്റിനെ പറ്റി വരേണ്ട ആവശ്യം ഇല്ല. Orders are received 1 week after being placed with the supplier, and also a buffer inventory of 10,000 units is required. അല്ലെ, അപ്പോ ലീഡ് ടൈം 1 week ആണ്. ബഫർ ഇൻവെന്ററി 10,000 ആവശ്യമുണ്ട്. ദ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ ഇസ് എത്രയാണ്? 600,000. വാട്ട് ഇസ് ദ ബാർ കമ്പനീസ് ഇൻവെന്ററിംഗ് ഓർഡറിംഗ് പോളിസി? സോ നമുക്ക് എന്ത് വേണം? ഹോൾഡിംഗ് കോസ്റ്റ് വേണം, ഓർഡറിംഗ് കോസ്റ്റ് വേണം അല്ലെ. സോ എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്? ഓർഡറിംഗ് കോസ്റ്റ് എന്താ? ഓർഡറിംഗ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു CO into number of orders. CO into number of orders. എന്താ CO? $200 ആണ് CO അല്ലെ. $200 ആണ് CO. എന്താ നമ്പർ ഓഫ് ഓർഡേഴ്സ്? ഡിമാൻഡ് ഡിവൈഡ് ബൈ ROQ. ഡിമാൻഡ് ഡിവൈഡ് ബൈ ROQ. എന്താ ഡിമാൻഡ്? 600,000 ആണ് കുട്ടികളുടെ ഡിമാൻഡ് അല്ലെ. പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ഡിവൈഡ് ബൈ ഓർഡറിംഗ് ക്വാണ്ടിറ്റി എത്രയാ? 100,000. അപ്പൊ എത്ര വരും? 1,200 വരും. അത് ഓർഡറിംഗ് കോസ്റ്റ്. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് വേണം. ഹോൾഡിംഗ് കോസ്റ്റ് എന്താ? ആവറേജ് ഇൻവെന്ററി ഇൻറ്റു CH ആണ്. എന്താ ഈ ആവറേജ് ഇൻവെന്ററി? ബഫർ ഇൻവെന്ററി പ്ലസ് ROQ ബൈ 2 ആണ്. എന്തുകൊണ്ട് ബഫർ ഇൻവെന്ററിക്ക് ബൈ 2 ഇല്ല? എന്തുകൊണ്ട് ROQ ബൈ 2 വരുന്നു? ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തല്ലേ. ഇൻറ്റു CH. സോ വാട്ട് ഈസ് ബഫർ ഇൻവെന്ററി? എന്താ ബഫർ ഇൻവെന്ററി? ബഫർ ഇൻവെന്ററി വരുന്നത് എത്രയാ പറയുന്നത്? 10,000. ഓക്കെ, 10,000 പ്ലസ് ROQ 100,000 അല്ലെ. ROQ 100,000 ആണ്. 100,000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH 0.5. അപ്പൊ എത്രയാ വരുന്നത് ആൻസർ? എത്ര മക്കൾ ആൻസർ വരുന്നത് എന്ന് പറഞ്ഞേ? 31,200. 31,200 30 അല്ലേ? 30 അല്ലേ വരുന്നേ? ഓ ടോട്ടലാ? ഓക്കെ 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 ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇത് 30,000 അല്ലേ? ടോട്ടല് എത്രയാണ്? ടോട്ടൽ വരുന്നത് 1,200 പ്ലസ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ നസീഫ, മനസ്സിലാടാ. 31,200. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ. അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി which of the following statement about an over-the-counter interest rate option are correct? Okay, over-the-counter interest rate option. Okay, സോ ഇതിന്റെ എൻറ്റയർ കോൺസെപ്റ്റ്സ് ഞാൻ എന്താ പറയാ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കാണണം കേട്ടോ. ഓക്കെ, ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്തല്ല? എക്സ്ചേഞ്ച് ട്രേഡർ അല്ല. ഇറ്റ്സ് നോട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ്. ഓവർ ദ കൗണ്ടർ മീൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് പോയിട്ട് അവിടെ ഒരു അഗ്രിമെന്റിൽ വരുവാണ് അല്ലേ. അപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ ഓവർ ദ കൗണ്ടറും ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡറും ഉണ്ട്. ഓവർ ദി കൗണ്ടർ ആകുമ്പോൾ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് എൻ അഗ്രിമെന്റ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. യെസ് ആണ് അല്ലേ? യെസ് ആണ്. ഇനി ഇറ്റ് ക്യാൻ ബി ട്രേഡ്. നോ. ഓവർ ദി കൗണ്ടർ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓവർ ദി കൗണ്ടർ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്ചേഞ്ച് ട്രേഡ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദി ഓപ്ഷൻ മേ ഓർ മേ നോട്ട് ബി എക്സൈസ്ഡ്. യെസ്, കാരണം ഇത് ഓപ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഫേവറബിൾ മൂവ്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എക്സൈസിന്റെ ഡേറ്റിൽ, ഓക്കെ, നമ്മുടെ ഫോർ എക്സാമ്പിൾ ലോൺ എടുക്കുന്ന ഡേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻ എക്സൈസിന് ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻസ്റ്റ് അഡ്വേഴ്സ് ആണ്, നമുക്ക് ഓപ്ഷൻ എക്സൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് എന്താ പറയാ ഓപ്ഷന് ചെറിയൊരു എന്താ പറയാ ഭാഗം നമ്മൾ കറൻസി ഓപ്ഷൻസിൽ നമ്മൾ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ,
അപ്പോൾ ബട്ട് കുഴപ്പമില്ല, അത് പ്രശ്നമറിയില്ല. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വി ക്യാൻ എക്സസൈസ് ഓർ ലൈക്ക് ഇഫ് വി വോണ്ട് വി ക്യാൻ എക്സസൈസ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി എ പ്രീമിയം ഇസ് പേയബിൾ ഓൺലി ഇഫ് ഇറ്റ് ഇസ് എക്സൈസ്ഡ്. റോങ്. പ്രീമിയം പേ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ കിട്ടുന്നേ. ഓപ്ഷൻ വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യണ്ട അല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടുമല്ലേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് അല്ലേ, അതൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ലോക്ക് ആവുകയോ ചെയ്യുന്നത്. ഫോർവേഡ് റേറ്റ് അഗ്രിമെന്റ് നമ്മൾ ലോക്ക് ആവുകയോ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും എക്സസൈസ് ചെയ്യണം അല്ലേ. നമ്മൾ റേറ്റ് അഗ്രി ചെയ്യുന്ന ആ റേറ്റ് നമ്മൾ ലോക്ക് ആവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോർവേഡ് റേറ്റ് അഗ്രിമെന്റിലൊക്കെ പഠിച്ചായിരുന്നു, നമ്മളിപ്പോ ഒരു റേറ്റ് അഗ്രി ചെയ്താൽ അന്നത്തെ ആക്ച്വൽ റേറ്റ് കുറവാണെങ്കിൽ പോലും നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം, ആ ലോക്കായ റേറ്റ് തന്നെ പേ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് എന്താണ് പിന്നെ എക്സ്പ്ലനേഷൻ നമുക്കിപ്പോ ഒരുപാട് സമയത്ത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത് ഓൾറെഡി റെക്കോർഡ്സ് അവൈലബിൾ ആണ് നമ്മുടെ പിള്ളേർക്ക്. ഓക്കെ, സോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും, കാരണം ഇത് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല നമ്മുടെ FM സിലബസിൽ. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ പ്രീമിയം ഓപ്ഷന് പേയബിൾ ആണ്. പ്രീമിയം ഇസ് പേയബിൾ ഓൺ ഓപ്ഷൻ. ഓക്കെ, അത് നിങ്ങൾ ഓപ്ഷൻ എടുക്കണമെങ്കിൽ പ്രീമിയം പേയബിൾ ആണ്. അത് എക്സൈസ് ചെയ്താൽ മാത്രമല്ല പ്രീമിയം പേ ചെയ്യും, എന്തായാലും എന്ത് ചെയ്യണം, പ്രീമിയം പേ ചെയ്യണം. കാരണം ആ ഒരു അധിക എമൗണ്ട് ഫീസ് ആയിട്ട് പേ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ദി ആൻസർ ഇസ് 1 and 2. ഏതാ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1 and 2 ആണ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ. ഇവിടെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ കുട്ടികൾ തെറ്റിക്കുന്ന ഏരിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ആർ ട്രൂ. An aggressive working capital. Sorry. Yeah, 1 and 3. Sorry, 1 and 3 ട്ടോ. C ആണ്. Sorry, 1 and 3 ആണ്. Sorry. It's 1 and 3 ട്ടോ. 1 and 3 ട്ടോ. 1 and 3. Which of the following is or are true? An aggressive working capital investment policy implies a higher proportion of fluctuating current asset to permanent current asset. ഇത് എപ്പോഴും എന്താ പറയാ, ഒരു പിന്നെ നമ്മള് നല്ല ക്ലാരിറ്റിയിൽ ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ പറ്റുന്നൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റാറുണ്ട് കേട്ടോ. അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, മക്കളെ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് പോളിസിയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് പോളിസി അല്ലേ. അതാണെങ്കിലാ ഓക്കെ, ശരിയാണ് അല്ലേ, ശരിയാണ്, കറക്റ്റ് ആണ്. എന്താണ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ് ആണ് യൂസ് ചെയ്യുക എന്നതിനേക്കാളും പെർമനന്റ് കറണ്ട് അസറ്റിനേക്കാളും അല്ലേ. റൈറ്റ്. ഐ മീൻ കറണ്ട് അസറ്റ് ഫ്ലക്ച്വേറ്റിംഗ് പിന്നെ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലേ. റൈറ്റ്. അപ്പൊ നോക്ക് ഇവിടെ നോക്ക്, ഇവിടെ എന്താ, ഇവിടെ നമ്മളോട് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആണ്. ഇൻവെസ്റ്റ്മെന്റ് പോളിസി. വാട്ട് ഇസ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി? What should be the level of current assets, അല്ലെങ്കിൽ what should be the level of inventory, what should be the level of എന്താ പറയാ പിന്നെ receivables, what should be the level of cash, what should be the level of payables. ഇതല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി പറയുന്നത് അല്ലേ. സോ വർക്കിംഗ് എന്താ പറയാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഡിസൈഡ്സ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. അതിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റോക്ക് ഔട്ട് അവോയ്ഡ് ചെയ്യാൻ അല്ലേ. ഇനി ജനറസ് ക്രെഡിറ്റ് ടേംസ് ഓഫർ ചെയ്യും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലേ. ഇത് ഞാൻ പറയുന്നത് കൺസർവേറ്റീവ് ആണേ. റൈറ്റ്. ഇനി നമ്മൾ ഗുഡ് വില് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ, പ്രോംപ്റ്റ് ആയി ഡെലിവറി കിട്ടാൻ സപ്ലൈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, പേ ചെയ്യും. ശരിയല്ലേ. നമ്മളൊരു കോഷ്യസ് പ്രിക്കോഷ്യസ് എമൗണ്ട് ഓഫ് ക്യാഷ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ, നമ്മൾ കൺസർവേറ്റീവ് അപ്രോച്ച് ആണെങ്കിൽ. റൈറ്റ്. ഇതൊക്കെ കാരണം എന്താ പ്രശ്നം, ഇൻവെന്ററി ഒബ്സലീറ്റ് ആവും അല്ലെ, ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് കൂടും, ഫിനാൻസ് കോസ്റ്റ് കൂടും. നമ്മൾ ജനറസ് ക്രെഡിറ്റ് ടേംസ് ഓഫർ ചെയ്യുന്നുണ്ട്, ബാഡ് ഡെറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ, ആൻഡ് റിസീവബിൾ ബാലൻസ് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഫിനാൻസ് റിസീവബിൾസ് കൂടും അല്ലെ, ആൻഡ് ക്യാഷ് ഒരു ഹൈ ബാലൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും അല്ലെ. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലെ കൺസർവേറ്റീവ് അപ്രോച്ച്. അടുത്ത എന്താണ്, പിന്നെ അഗ്രസീവ് അപ്രോച്ച് ആണ്. നമ്മൾ മെയിൻറ്റെയിൻ ഇൻവെന്ററി വളരെ ലോ ആണ്. ഓക്കെ, റിസീവബിൾ ബാലൻസ് ലോ ആയിരിക്കും, കാരണം നമ്മൾ സ്ട്രിഞ്ചന്റ് അല്ലെങ്കിൽ ടൈറ്റ് ക്രെഡിറ്റ് പോളിസിയാണ് വെക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ക്രെഡിറ്റ് സെയിൽ കൊടുക്കില്ല. ഓക്കെ, അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് സെയിൽ കൊടുക്കുള്ളൂ. സോ അഗെയിൻ റിസീവബിൾ ബാലൻസ് ലോ ആയിരിക്കും, സോ ബാഡ് ഡെറ്റ് കുറയും. ഇൻവെന്ററി ബാലൻസ് റിസീവബിൾ ബാലൻസ് ലോ ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഫിനാൻസ് റിസീവബിൾസ് ഉണ്ടാവും, കുറയും അല്ലെ. പേബിൾ ഡിലേ ചെയ്താൽ പേ ചെയ്യുക, അപ്പൊ ഗുഡ്വിൽ എഫക്ട് ആവും.
അത് മാത്രമല്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ പേയ്മെന്റ് ഡിലേ ചെയ്യുന്നുണ്ടേ ടൈംലി ഡെലിവറി ചെയ്യുന്ന വരില്ല. ആൻഡ് നമ്മൾ വെരി ലോ എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ചില അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് അഗ്രസീവിന്റെ പ്രശ്നങ്ങൾ. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഹൈ ഇൻ കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലോ ഇൻ അഗ്രസീവ് അപ്രോച്ച്. ഓക്കെ, സോ അഗ്രസീവ് ആകുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടും അല്ലെ, കൺസർവേറ്റീവ് ആകുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കുറയും. ക്ലിയർ? സോ അതാണ് അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അല്ലാതെ അവര് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് കറൻസിനെ പറ്റിയോ അല്ലെങ്കിൽ പെർമനന്റ് കറൻസിനെ പറ്റിയോ അല്ല പറയുന്നത് അല്ലേ മക്കളെ, ഇതിനെ പറ്റിയല്ല അവർ പറയുന്നത്. ഓക്കെ, സോ ഇതല്ല, വൺ അല്ല. ഇനി ടു നോക്ക്. ലോങ് ടേം ഫിനാൻസ് ഇസ് ജനറലി ചീപ്പർ ദാൻ ഷോർട്ട് ടേം ഫിനാൻസ്. ആണോ? അല്ല. ലോങ് ടേം ഫിനാൻസ് ഇസ് ജനറലി എക്സ്പെൻസീവ് ദാൻ ഷോർട്ട് ടേം ഫിനാൻസ് അല്ലേ. ഷോർട്ട് ടേം ഫിനാൻസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അല്ലേ. അത് ജനറലി അതാണ് ഇമ്പോർട്ടന്റ്. ജനറലി ലോങ് ടേം ഫിനാൻസ് ആണ് കോസ്റ്റ് കൂടുതൽ അല്ലെ. നമ്മൾ പഠിച്ച ടേമാണ്, പഠിച്ച കാര്യമാണ്. സോ ആൻസർ നെയ്തർ 1 or 2 അല്ലെ, നെയ്തർ 1 or 2. പലപ്പോഴും എന്താ പറയാ, നെയ്തർ ഒക്കെ വരുവോ ഓപ്ഷൻ അല്ലെ, ഓപ്ഷൻ നെയ്തർ ഒക്കെ വരുമോ, നെയ്തർ ഒന്നെങ്കിലും വരണ്ടേ, അങ്ങനെ പല ഡൗട്ടും കുട്ടിയൊക്കെ വരാറുണ്ട്. നെയ്തർ ഒന്നും വരാൻ സാധ്യതയില്ല, ഒന്നൊക്കെ വരണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും വിചാരിക്കണം, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നെയ്തർ ആവാം, ചിലപ്പോൾ ബോത്ത് ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി ഇത് കണ്ടിട്ട് എക്സാമിന് നെയ്തർ കണ്ടാതെ തന്നെ കുത്തരുത് കേട്ടോ, ഒരു നിർബന്ധമില്ല അങ്ങനെ വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് നെയ്തറും വരാം. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, കൃത്യമാണെന്ന് നോക്കുക, എന്നിട്ട് മാത്രം കുത്തുക. അല്ലാതെ സാറ് പറഞ്ഞ നേതൃ വരും എന്നാ നേതൃ തന്നെ കുത്താം, അങ്ങനെ പോയാലും കുത്തരുതേ പ്ലീസ്. ഓക്കെ, സോ 15th question. An exchange loss of 100,000 is expected to result in the consolidation accounts of apparel company after consolidating the results of its foreign subsidiary. Almost അല്ലെ, മനസ്സിലായി സംഭവം നമുക്ക് മനസ്സിലായി. വാട്ട് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് would apparel company experience with 100,000 loss in its consolidated financial statements? പറഞ്ഞേ എന്താ ട്രാൻസ്ലേഷൻ അല്ലെ, ട്രാൻസ്ലേഷൻ റൈറ്റ്. ഇറ്റ് ഇസ് ട്രാൻസ്ലേഷൻ അല്ലെ, ട്രാൻസ്ലേഷൻ ആണ്. അപ്പോ ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ നോക്ക്, ഇവിടെ എന്താ പറയാ, നമ്മൾ അഗെയിൻ ഫോറിൻ സബ്സിഡറി, ഒരു പാരന്റ് കമ്പനി ആയിരുന്നു, ഫോറിൻ സബ്സിഡറി ഉണ്ട്. സോ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ട്സ് കൂടി കൺസോളിഡേറ്റ് ചെയ്യണം. ഫോറിൻ സബ്സിഡറി അക്കൗണ്ട്സ് ഉണ്ടാവുക ഫോറിൻ കറൻസിയിലാണ് അല്ലെ. അപ്പോ അത് പാരന്റ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ 2 അക്കൗണ്ടിങ് പീരീഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ 2026 27 എടുക്കുമ്പോൾ 26 ഇയർ എൻഡിൽ ഉള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കില്ല 27 ഇയർ എൻഡിൽ. അത് കാരണം ലാൻഡ് അല്ലെങ്കിൽ മെഷീനറി വാട്ട് എവർ ഇറ്റ്, അതിന്റെ ലയബിലിറ്റീസ് എല്ലാത്തിനും, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാത്തിനും വാല്യൂ എന്ത് വരും, ഡിഫറൻസ് വരും അല്ലെ. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ്. ഇതാണ് ട്രാൻസ്ലേഷൻ റിസ്ക് അല്ലെ. അതായത് 2 അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ ഇവിടെ P&L ഞാൻ പറയാം, കാരണം ഇൻകം എക്സ്പെൻസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ, അത് ആ പീരീഡിൽ മാത്രമാണ്. ബട്ട് അസറ്റ്സും ലയബിലിറ്റീസും ക്യാരിയിങ് ആയി പോകുന്നതാണ്. 2026 ഇയർ എൻഡിൽ ഉണ്ടാവുന്ന ബാലൻസ് ഒക്കെ 27 ക്യാരി ചെയ്യും, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് 26 നമ്മൾ എന്താ പറയാ, അസറ്റ്സും ലയബിലിറ്റിയും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ബാലൻസ് ഉണ്ടാവും. 27 അതേ അസറ്റ് ലയബിലിറ്റി അവിടെ ഉണ്ടാവും. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 26 വാല്യൂയും 27 വാല്യൂയും ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിലെ ഡിഫറൻസ് ആണ്. ഓക്കെ, അല്ലാതെ ഡിപ്രഷൻ കാരണമൊക്കെ വാല്യൂ കുറയും കേട്ടോ, അല്ലെ ലോൺ റീപേ എന്നൊക്കെ വാല്യൂ കുറയും, അതൊന്നല്ല പറയുന്നത്. എന്ത് കാരണം, എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് കാരണം 2026 ഇയർ എൻഡിലും 2027 ഇയർ എൻഡിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറെന്റ് ആവുന്ന കാരണം എന്ത് വരാം, വാല്യൂ ഡിഫറൻസ് വരാം. അതാണ് എന്ത്, ട്രാൻസ്ലേഷൻ റിസ്ക്. ഓക്കെ, ട്രാൻസ്ലേഷൻ റിസ്ക്. അപ്പൊ അതാണ് ഇവിടെ എക്സാക്ട്ലി അവർ അത് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് അതെടുക്കുന്നത്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നാളെ ഓണമൊക്കെയാണ്, എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾ അഗെയിൻ കുറച്ചധികം ഡേറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, 3 ദിവസമല്ല, കുറച്ചധികം ഡേറ്റ്സ് ഞാൻ നമ്മുടെ മാരത്തോൺ ഇട്ടിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് കുറച്ചധികം ഡേറ്റ്സ് ഞാൻ മാരത്തോൺ ഇട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്ഷൻ എ തീർത്തു, നമുക്ക് നാളെ സെക്ഷൻ ബിയും അടുത്തതിന്റെ സെക്ഷൻ എയും തീർക്കാം. ഓക്കെ, നാളെ മീൻസ് നെക്സ്റ്റ് ഡേ ഐ തിങ്ക് 27th ആണെന്ന് തോന്നുന്നു. 27th നമുക്ക് ഇതിന്റെ സെക്ഷൻ ബിയും പിന്നെ അടുത്തതിന്റെ സെക്ഷൻ എയും നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.